വേദി 3 ചങ്ങമ്പുഴ മന്ദിരത്തിൽ ഇപ്പോൾ പാനൽ ചർച്ച രാഷ്ട്രീയം പറയേണ്ട സാഹിത്യം. സ്നേഹമുള്ളവരെ, നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. കൃത്യസമയത്ത് തന്നെ തുടങ്ങാം. രാഷ്ട്രീയം പറയേണ്ട സാഹിത്യം എന്നാണ് ഈ സെഷൻ്റെ വിഷയം. ഈ സെഷനിൽ പങ്കെടുക്കുന്നവർ കൃത്യമായ രാഷ്ട്രീയം തൻ്റെ എഴുത്തിൽ രേഖപ്പെടുത്തുന്ന വിനോദ് കൃഷ്ണ, അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകയും എഴുത്തുകാരിയും ആയ PS ശ്രീകല, കവി S രാഹുൽ, കഥാകൃത്തും നോവലിസ്റ്റുമായ മനോഹരൻ V പേരകം, തൃശ്ശൂരിലെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന എഴുത്തുകാരൻ കഥാകൃത്ത് കൂടിയായ K ഉണ്ണികൃഷ്ണൻ, ഇവരാണ് ഈ സെഷനിൽ പങ്കെടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് മാത്രമല്ല, എക്കാലത്തെയും വിഷയം, സാഹിത്യവുമായി ബന്ധപ്പെട്ട് എക്കാലത്തെയും വിഷയം എന്ന് നമുക്ക് പറയാവുന്ന ഒന്നാണ് രാഷ്ട്രീയം പറയേണ്ട സാഹിത്യം എന്നുള്ളത്. സാഹിത്യത്തിൽ നിന്ന് രാഷ്ട്രീയം അന്യമാണോ എന്ന ചോദ്യം വേറെ രീതിയിൽ ചോദിക്കുന്നത് ഇത് ചെയ്യുന്നത്. രാഷ്ട്രീയം നമ്മുടെ ചുറ്റിലുമുണ്ട്, യാതൊരു സംശയമില്ലല്ലോ. ജീവിത പരിസരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് സാഹിത്യം എന്നുള്ള കാര്യത്തിൽ ആർക്കും വലിയ സംശയമില്ല. അത് നമ്മെ തൊട്ടുകൊണ്ടേയിരിക്കുന്നു, എല്ലാ അവസരങ്ങളിലും തൊട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് എഴുത്തിൽ വരണമോ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദ്യമൊക്കെ ഉള്ളത് ശരി തന്നെ, പക്ഷേ എഴുത്തിൽ അതുണ്ട് എന്നുള്ളതാണ് സത്യം. രണ്ട് രീതിയിൽ രാഷ്ട്രീയം എഴുത്തിൽ വരുന്നുണ്ട്. വളരെ സൂക്ഷ്മമായ രീതിയിൽ രാഷ്ട്രീയം ആവിഷ്കരിക്കുന്ന എഴുത്ത് എത്രയോ കാലം മുമ്പ്, ഞാൻ വലിയ ബൃഹത് ഗ്രന്ഥങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല, ഈ അടുത്ത കാലത്തുണ്ടാകുന്ന ഏറ്റവും പുതിയ എഴുത്തുകാർ വരെ അങ്ങനെ ഒരു സൂക്ഷ്മ തലത്തിലുള്ള രാഷ്ട്രീയം എഴുത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട്. സ്ഥൂലമായ രീതിയിലും വളരെ വിശദമായും നേരിട്ടുള്ള ഒരു രാഷ്ട്രീയം എഴുതുന്ന ആവിഷ്കരിക്കുന്ന കൃതികളും നമുക്കുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ മലയാളത്തിൽ നിന്ന് തന്നെ എടുത്തു പറയാം, ലോകസാഹിത്യത്തിൽ നിന്ന് പറയാം, മലയാളത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ എന്ന് പറയാം. രാഷ്ട്രീയ എഴുത്ത് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അങ്ങനെ ഒന്ന് പറയുമ്പോൾ വളരെ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു പേര് ചെറുകാടിൻ്റേതാണ്, യാതൊരു സംശയമില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ചെറുകാട് ഒരുപക്ഷെ മുഖ്യധാര എഴുത്തിൽ നിന്ന് ചെറുകാടിനെ മാറ്റി നിർത്തിയത് രാഷ്ട്രീയ എഴുത്തിൻ്റെ പേര് പറഞ്ഞാണ്. രാഷ്ട്രീയ എഴുത്ത് സൗന്ദര്യമില്ലാത്ത ഒന്ന്, സൗന്ദര്യമാണല്ലോ ഉണ്ടാക്കുന്നതാണെന്നല്ലോ പറയുക, അങ്ങനെയാണല്ലോ പറയുന്നത്. എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ ചെയ്യുന്നൊരു പണി എല്ലാ പ്രവൃത്തികളെയും പോലെ, എല്ലാ പ്രവൃത്തിയും സൗന്ദര്യം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും സൗന്ദര്യം ഉണ്ടാക്കുന്നുണ്ട്. മാഷ പണിയെടുക്കുമ്പോൾ ഒരു സൗന്ദര്യം ഉണ്ടാകുന്നുണ്ട്, അല്ലേ? വേറൊരു തൊഴിലാളിയുടെ പണിയെടുക്കുമ്പോൾ ജീവിതത്തിനൊരു സൗന്ദര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു സൗന്ദര്യം എഴുത്തിലൂടെയും കലാകാരന്മാർ കലയിലൂടെയും എഴുത്തുകാരും കലാകാരന്മാരും സൃഷ്ടിക്കുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. ഈ സൗന്ദര്യം സൃഷ്ടിക്കുന്നതിൽ രാഷ്ട്രീയം വിഘാതമായി തീരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം മുമ്പേ ഉണ്ടായിട്ടുണ്ട്. അതിന് മറുപടി പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനമൊക്കെ അതിന് മറുപടി പറഞ്ഞാണ് വളർന്നു വന്നത് എന്ന് നമുക്കറിയാം. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എഴുത്തിൽ ജീവിതമാണോ നിങ്ങൾ എഴുതുന്നത്, ജീവിതമാണോ നിങ്ങൾ മനോഹരമായി ആവിഷ്കരിക്കുന്നത്, നിങ്ങൾക്ക് രാഷ്ട്രീയത്തെ ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ തർക്കം എവിടെയുള്ളൂ? അത് എങ്ങനെ വേണമെന്നുള്ള കാര്യത്തിലേ തർക്കമുള്ളൂ. രാഷ്ട്രീയം വേണമെന്നുള്ള കാര്യത്തിൽ എൻ്റെ എഴുത്തിൽ ഇനി രാഷ്ട്രീയം ഞാൻ എഴുതില്ല എന്നൊന്നും മലയാളത്തിലെ ഒരു എഴുത്തുകാരെന്നല്ല ലോകത്തിലെ ഒരു എഴുത്തുകാരനും ഞാൻ പറയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയില്ല. പക്ഷേ ഞാൻ രാഷ്ട്രീയമാണ് എഴുതുന്നത് എന്നയാൾ തുറന്നു പറഞ്ഞു എന്നും വരില്ല. പകരം വളരെ സൂക്ഷ്മമായി അയാൾ രാഷ്ട്രീയം ആവിഷ്കരിക്കുന്നുണ്ട്. ഞാൻ ചെറുകാടിനെ ഓർമ്മിക്കുകയാണ്. സമയം പ്രധാനമാണ്. 1 മണിക്കൂറാണ് നമുക്കുള്ളത്. നമ്മൾ 6 പേരാണുള്ളത്. നമ്മൾ 10 മിനിറ്റ് വീതം എടുത്താൽ തന്നെ 60 മിനിറ്റ് ആവും. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കില്ല. ഞാൻ ചെറുകാടിൻ്റെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ചെറുകാടിൻ്റെ ഒരു നാടകമാണ് ഞാൻ ഓർമ്മിക്കുന്നത്. നാടകം എഴുത്താണല്ലോ, നാടകത്തിലൊരു എഴുത്തുണ്ടല്ലോ. ചെറുകാടിന് അണക്കെട്ട് എന്ന് പറയുന്ന ഒരു നാടകത്തിൽ 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഒരു വില്ലേജ് ഓഫീസിലിരുന്നിട്ട്, അല്ലേ, അന്ന്
വില്ലേജ് ഓഫീസ് എന്നല്ല അന്ന് പറയാം, വില്ലേജ് ഓഫീസിലിരുന്നിട്ട് ഒരു നാട്ടിലൊരു പ്രമാണിയായ ഒരു ഹാജിയാരും ഒരു പ്രമാണിയായ ഒരു ജന്മിയും ചേർന്നിട്ട്, ഒരു നമ്പൂതിരിയും ചേർന്നിട്ട്, ജന്മിയും ചേർന്നിട്ട് നാട്ടിലോട്ട് പോകുന്ന ഒരു റോഡ് എങ്ങോട്ട്, ആ റോഡ് ഏത് വഴിക്ക് പോകണം, പഞ്ചവത്സര പദ്ധതി വരുമ്പോൾ റോഡ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഇവർ തമ്മിൽ ആലോചിക്കുന്നുണ്ട്. രാത്രിയാണ് ആലോചിച്ചിട്ട് അവസാനം അവർ തീരുമാനത്തിലെത്തുന്നത് റോഡ് ഈ ജന്മിയുടെ വീടിന് മുന്നിലൂടെയും പോകണം, ഹാജിയാരുടെ വീടിന് മുന്നിലൂടെയും പോകണം. റോഡ് എങ്ങനെയായാലും ഇതിന് മുന്നിലൂടെ പോകാതെ റോഡ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് തർക്കം ഉണ്ടായിരുന്നത്. അവസാനം ഇതിന് മുന്നിലൂടെ പോകാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നു. അപ്പോഴേക്കും അവരുടെ വിളക്ക് കെട്ടു. അവിടെ അന്ന് ആ കാലത്ത് ചിമ്മിണി വിളക്കാർ ഉണ്ടായിരുന്നത്, എണ്ണ കൊണ്ട് കത്തിക്കുന്ന വിളക്ക് കെട്ടപ്പോൾ ഇരുട്ടായപ്പോൾ അവർക്ക് വെളിച്ചമില്ല. ഇതൊരു തീരുമാനം എഴുതി വെക്കണം. ഞാൻ ഓർമ്മിക്കുകയാണ് നാടകത്തിൻ്റെ ഒരു ഇതിവൃത്തം, അതിൻ്റെ ഒരു കഥയിലേക്ക് ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ തീരുമാനം എഴുതി വെക്കണം. ഉടൻ കോൽക്കാരൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, കോൽക്കാരൻ അയാളുടെ മുണ്ട് കീറിയിട്ട് ഒരു തിരിയാക്കിയിട്ട് കത്തിച്ചിട്ട് ആ തിരിയുടെ വെളിച്ചത്തിലാണ് ഇതെഴുതി വെക്കുന്നത്, ഈ തീരുമാനം എഴുതി വെക്കുന്നത്. എന്ന് വെച്ചാൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ജന്മിയുടെയും ഇയാളുടെ ആചാര്യൻ്റെയും വീടിന് മുന്നിലോട്ട് പോകേണ്ട റോഡിന് വേണ്ടിയുള്ള ഒരു തീരുമാനം എഴുതി വെക്കാൻ കോൽക്കാരൻ്റെ മുണ്ട് കീറേണ്ടി വന്നു എന്നാണ് അന്ന് ചെറുകാട് എഴുതി വെച്ചത്. അതിൽ വലിയ രാഷ്ട്രീയമുണ്ട് അല്ലേ, വലിയ ഒരു രാഷ്ട്രീയം അതിലുണ്ട്. അത് ചെറുകാടെന്ന് പറയുന്നത് വളരെ എന്നുള്ള പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ കാലത്തൊക്കെ അതിനെയൊക്കെ നയിച്ച ഒരാളാണ് ചെറുകാട്. ആ കാലത്ത് ഏറ്റവും പുതിയ കാലത്ത് എഴുതുന്ന എഴുത്തുകാർ അത് വേറെ രീതിയിൽ സൂക്ഷ്മമായി ആവിഷ്കരിക്കുന്നുണ്ട്. വേറെ രീതിയിൽ നമുക്ക് ഗോപികൃഷ്ണൻ്റെ കവിതയായാലും സച്ചിദാനന്ദ മാഷിൻ്റെ കവിതയായാലും എല്ലാം നമുക്കറിയാം. ഏറ്റവും പുതിയ കവികളുടെ, ഈ ഇരിക്കുന്ന ആളുകളുടെ, എഴുത്തുകാരുടെ കഥകളിലും കവിതകളിലും എല്ലാം വളരെ സൂക്ഷ്മമായി ആവിഷ്കരിക്കുന്ന ഇടങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിൻ്റെ കണ്ണുകളിൽ വീണ് ഇരട്ടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ മൃതനായി പോയേനെ എന്ന് ഗോപികൃഷ്ണൻ എഴുതി വെക്കുന്നു. എവിടെയാ രാഷ്ട്രീയം നമ്മൾ ചോദിക്കും അല്ലേ? അതിൽ പറഞ്ഞ രാഷ്ട്രീയമുണ്ടോ? നിൻ്റെ കണ്ണുകളിൽ വീണ് ഇരട്ടിച്ചില്ലായിരുന്നു, നീ ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം, ഇക്കാലത്തെ വലിയ രാഷ്ട്രീയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ തർക്കമില്ല, എഴുത്തിൽ രാഷ്ട്രീയം വേണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തർക്കം ഇതേ ഉള്ളൂ, ഇത് നേരിട്ട് പറയണോ അല്ലെങ്കിൽ സൂക്ഷ്മമായി പറയണോ, ഇതിങ്ങനെ ഇതിൻ്റെ ഒരു സൗന്ദര്യം നേരിട്ട് പറയുമ്പോൾ ഇതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു തർക്കമാണ് ഇതിലുള്ളത്. ഞാൻ ഇവരോടൊന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. അവരുടെ സ്വാതന്ത്ര്യത്തിന് 10 മിനിറ്റേ ഉള്ളൂ. ഒരു ചോദ്യത്തിൻ്റെ ഒരു വൃത്തത്തിനകത്തൊന്നും ഇവരെ തളച്ചിടുന്നില്ല. 10 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് ആ 10 മിനിറ്റിൽ ഇവർ ആ കാര്യങ്ങൾ പറയുക. എനിക്കൊന്ന് രണ്ടാമത്തെ ഒരു വരവുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ വരവിൽ തന്നെ കാര്യങ്ങൾ പറയുക എന്ന് വിചാരിക്കുന്നു. ഞാൻ ശ്രീകല ടീച്ചർ എഴുത്തുകാരിയാണ്, നോവലിസ്റ്റാണ്, കഥാകൃത്താണ്, സാംസ്കാരിക പ്രവർത്തകയാണ്, കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വാഗ്മിയാണ്. ശ്രീകല ടീച്ചർ ഈ വിഷയത്തെക്കുറിച്ച് രാഷ്ട്രീയം പറയണോ സാഹിത്യം എന്നുള്ളതിനെക്കുറിച്ച് ശ്രീകല ടീച്ചർ നമ്മോട് സംസാരിക്കും. PS ശ്രീകല ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. രാഷ്ട്രീയം പറയണ്ടേ സാഹിത്യം എന്നാണ് നമ്മുടെ വിഷയം. അപ്പോൾ ആ ടൈറ്റിലിൽ തന്നെ രാഷ്ട്രീയം പറയണം സാഹിത്യം എന്നൊരു ഉത്തരം കൂടി ചേരുന്നതാണ് ആ ചോദ്യം എന്നെനിക്ക് തോന്നുന്നു. 1934 മാക്സിം ഗോർക്കി ഇതുപോലൊരു ചോദ്യം ആഹ്വാനത്തിൻ്റെ രൂപത്തിൽ ലോകമെമ്പാടുമുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. സാംസ്കാരിക പ്രവർത്തകരെ നിങ്ങൾ ഏതു ചേരിയിൽ എന്നായിരുന്നു ആ ചോദ്യം. യുദ്ധത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും ചേരിയിലാണോ, സമാധാനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ചേരിയിലാണോ എന്നതായിരുന്നു ആ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം. ആ ചോദ്യം പക്ഷേ ഒരു വലിയ ആഹ്വാനമായി മാറി. അവിടെ നിന്നാണ് പുരോഗമന കലാസാഹിത്യ സംഘമടക്കം പ്രോഗ്രസീവ് റൈറ്റേഴ്സ് യൂണിയൻ എന്ന പേരിൽ ഇന്ത്യയിൽ 1936 രൂപപ്പെട്ട സംഘടനയും അതിനെ തുടർന്ന് ജീവൽ സാഹിത്യ പ്രസ്ഥാനം 1937 കേരളത്തിലും പിന്നീട് പുരോഗമന കലാസാഹിത്യ സംഘമായി അതിൻ്റെ രൂപമാറ്റവും പേരിലെ മാറ്റവും ഒക്കെ സംഭവിക്കുന്നത്. ഇവിടെ മനോഹരൻ മാഷ് പറഞ്ഞു വെച്ചതുപോലെ രാഷ്ട്രീയം നമ്മുടെ ജീവിതവുമായി അത്രമേൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്.
എത്രയൊക്കെ എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നവരും ആ പറയുന്നതിൽ തന്നെ ഒരു രാഷ്ട്രീയം, വാക്കെന്ന അർത്ഥത്തിലല്ല, ഉള്ളടക്കം കൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയം ആ പ്രസ്താവനയിൽ തന്നെ ഉൾച്ചേർന്നിട്ടുണ്ട്. അതൊരു കക്ഷി രാഷ്ട്രീയത്തിൻ്റേത് മാത്രമല്ല. പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയം കൂടിയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയൊരു അബദ്ധമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. വ്യത്യസ്തമായ രാഷ്ട്രീയ ആശയധാരകളെ പിന്തുടരുന്ന അതാണ് വ്യത്യസ്തമായ രാഷ്ട്രീയ കക്ഷികൾ. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ കക്ഷികളുടെ അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയം ഒരു നമ്മൾ സ്പർശിച്ചുകൂടാത്ത ഒന്നാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് എഴുത്തുകാരെന്ന നിലയിലും അങ്ങനെ തന്നെ, സാഹിത്യം ഇഷ്ടപ്പെടുന്നവരും ആസ്വദിക്കുന്നവരും അതിൽ വ്യാപരിക്കുന്നവരും എന്ന നിലയിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രാഷ്ട്രീയവും സാഹിത്യവും വെള്ളം കടക്കാത്ത അറകളല്ല എന്ന് പറഞ്ഞത് EMS ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 1937 ജീവൽ സാഹിത്യ പ്രസ്ഥാനം രൂപപ്പെടുമ്പോൾ എന്തിനാണ് ജീവൽ സാഹിത്യ പ്രസ്ഥാനം, അതിൻ്റെ പ്രസക്തി എന്ത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാതൃഭൂമിയിൽ അദ്ദേഹം എഴുതിയ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ 1937 എന്ന് പറയുമ്പോൾ 1909 EMS ജനിക്കുന്നത്. അപ്പോൾ 37 അദ്ദേഹത്തിൻ്റെ പ്രായം എത്ര എന്നുകൂടി കണ്ടുകൊണ്ട് വേണം നമ്മൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെയും വിലയിരുത്തേണ്ടത്. ഇന്ന് നമ്മൾ EMS എന്ന് പറയുമ്പോൾ പ്രായമായി കഴിഞ്ഞ EMSനെയാണ് എന്നെപ്പോലെയുള്ളവരുടെയൊക്കെ മനസ്സിൽ വരിക. അപ്പോൾ വളരെ ചെറുപ്പക്കാരനായിരുന്ന, കൗമാരത്തിനും യൗവനത്തിനും ഇടയിൽ നിൽക്കുന്ന, യൗവനത്തിലേക്ക് കടക്കുന്ന EMS ആണ് എഴുതുന്നത്. ലോകത്ത് 2 തരം ശക്തികളുണ്ട്. ഒന്ന് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, സമത്വം, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾ പിൻപറ്റുന്ന ശക്തികൾ അതാണ്. മറ്റൊന്ന് ലോകത്തെ പുറകോട്ട് വലിക്കുന്നത്, യുദ്ധം, ഫാസിസം, അസമത്വം, അസ്വാതന്ത്ര്യം തുടങ്ങിയ ഘടകങ്ങൾ അതാണ്. ഇതിൽ രണ്ടിലേതിലെങ്കിലും ഒന്നിനെ പിന്തുണയ്ക്കാതെ അല്ലെങ്കിൽ ഒന്നിൻ്റെ ആശയത്തെ സ്വാംശീകരിക്കാത്ത ഒരു സാഹിത്യവും ഇല്ല എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട് ആ ലേഖനത്തിൽ. ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തെക്കുറിച്ച് ഉള്ള ലേഖനമാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതേ അഭിപ്രായം, അതായത് സാഹിത്യത്തിൽ രാഷ്ട്രീയം പറയണമെന്നും പറയുമെന്നും രാഷ്ട്രീയം കടന്നു വരുമെന്നും ബോധപൂർവം അല്ലാതെ തന്നെ ഉൾച്ചേരുമെന്നും അഭിപ്രായമുള്ളവരാവാനാണ് സാധ്യത ഇവിടെ പങ്കെടുത്തിരിക്കുന്നവരെല്ലാം. പക്ഷെ ബോധപൂർവം രാഷ്ട്രീയം പറയേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം വേറെ തന്നെ പ്രസക്തമായി വരുന്നുണ്ട്. തീർച്ചയായും ബോധപൂർവം രാഷ്ട്രീയം പറയണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ വിനീതമായ അഭിപ്രായം. തൊട്ടു മുമ്പ് ചർച്ച അവസാനിക്കാറായപ്പോഴാണ് ഞാൻ വന്നത്. കഥ, എഴുത്തനുഭവങ്ങൾ എന്ന് പറയുന്നിടത്ത് ചർച്ച നടക്കുന്നതിനിടയിൽ കേട്ടൊരു കാര്യം, ഈ ലോകത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. കഥ പറയുന്നതിനിടയിൽ പറയുന്നത് ഞാൻ കേട്ടു, ഈ ലോകത്ത് ജീവിക്കുന്ന കഥയെഴുത്തുകാർ ഈ ലോകത്തെ നടക്കുന്ന സംഭവങ്ങളെ കണ്ടില്ലെന്ന് കരുതി ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതാണ്, ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം രാഷ്ട്രീയ സംഭവങ്ങളാണ്. ലോകത്തെ ബാധിക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന, സമൂഹത്തെ ബാധിക്കുന്ന, ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ബാധിക്കുന്നത് പ്രതിലോമകരമായിട്ടാണോ അനുകൂലമായിട്ടാണോ എന്നത് മാത്രമാണ് പ്രശ്നം. അപ്പോൾ അനുകൂലമായിട്ടാണെങ്കിലും പ്രതികൂലമായിട്ടാണെങ്കിലും പ്രതിലോമകരമായിട്ടാണെങ്കിലും അതിൻ്റെ സ്പർശനം ഇല്ലാതെ ഒന്നും തന്നെ നമുക്ക് എഴുതാൻ കഴിയുന്നില്ല, പഠിപ്പിക്കാൻ കഴിയുന്നില്ല, പ്രസംഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊക്കെയാണ് യാഥാർത്ഥ്യം. നമ്മൾ ഇന്ന് എന്ത് കഴിച്ചു, ഇന്ന് ഏത് വസ്ത്രം ധരിക്കുന്നു, ഇന്നിപ്പോൾ ഇവിടെ ഒരു പരിപാടി റദ്ദാക്കി, ഒരു സെഷൻ റദ്ദാക്കി. സാഹിത്യ സമ്മേളനമാണ് അല്ലേ? ആ സാഹിത്യ സമ്മേളനത്തിൽ ഒരു സെഷൻ റദ്ദാക്കിയത് എന്തുകൊണ്ടാണ്, എന്തിൻ്റെ പേരിലാണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതിനകത്ത് കടന്നു വരുന്നുണ്ട് രാഷ്ട്രീയം. രാഷ്ട്രീയക്കാരാണ് അതിനകത്ത്, രാഷ്ട്രീയക്കാരെന്ന് പറയുന്നവരാണ് അതിനകത്ത് പ്രതിഷേധവുമായി വന്നത്. പക്ഷേ
ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഞങ്ങൾ സ്ത്രീപക്ഷ രാഷ്ട്രീയം മാത്രമാണ് എന്ന് പറയുന്ന ഒരു കൂട്ടർ അതിൻ്റെ മുൻനിരയിൽ വേറൊരു വാദവുമായി വരുന്നു. അതെന്താണ് ഈ സ്ത്രീപക്ഷ രാഷ്ട്രീയം? സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മനുഷ്യപക്ഷ രാഷ്ട്രീയം തന്നെയാണ്. ദളിത് പക്ഷം എന്ന് പറഞ്ഞാൽ മനുഷ്യപക്ഷമാണ്. ഈ ദളിത് പക്ഷം, ന്യൂനപക്ഷം, സ്ത്രീപക്ഷം ഇതിനോടൊന്നും യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മനുഷ്യരേ അല്ല എന്ന് പറയേണ്ടി വരും. രൂപമല്ലല്ലോ മനുഷ്യൻ എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ചിന്ത, എന്താണ് നമ്മുടെ ദർശനം, ഇതൊക്കെയാണ് നമ്മളെ നിർണ്ണയിക്കുന്നത്, മനുഷ്യനെ നിർണ്ണയിക്കുന്നത്. മനുഷ്യത്വം ജാതി എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. അങ്ങനെ മനുഷ്യത്വം എന്ന ഗുണമാണ്, സ്വഭാവമാണ്, ജാതിയാണ് മനുഷ്യനെ നിർണ്ണയിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ മനുഷ്യത്വത്തിനുള്ളിൽ ഉൾച്ചേരുന്ന രാഷ്ട്രീയം തീർച്ചയായിട്ടും മനുഷ്യൻ്റെ എഴുത്തിലും വായനയിലും കാഴ്ചയിലും എല്ലാം പ്രകടമാകും, പ്രത്യക്ഷമാകും. അതങ്ങനെയേ വരൂ എന്നർത്ഥം. അതുകൊണ്ടാണ് വിത്തനാഥൻ്റെ ബേബിക്കു പാലും നിർധന ചെറുക്കന് ഉമിനീരും ഈശ്വരേച്ഛയാണെങ്കിൽ അമ്മട്ടുള്ള ഈശ്വരനെ ചവിട്ടുക നമ്മൾ എന്ന് ചങ്ങമ്പുഴയ്ക്ക് എഴുതാൻ കഴിഞ്ഞത്. അതേ ചങ്ങമ്പുഴ തന്നെ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്നും ചോദിച്ചു. അതായത് ഇനി വരുന്നവർ ഇതിന് പ്രതികാരം ചെയ്യും എന്ന് എഴുതുമ്പോൾ തന്നെ ആ രാഷ്ട്രീയം വേറൊരു രാഷ്ട്രീയമാണ്. ഇനി വരുന്നവർക്ക് വേണ്ടി ഇന്നത്തെ പ്രതികരണത്തെ മാറ്റിവെക്കുന്ന ഒരു രാഷ്ട്രീയമാണെങ്കിൽ അതേ ചങ്ങമ്പുഴ തന്നെ എഴുതുന്നു, വിത്തനാഥൻ്റെ ബേബിക്ക് പാലും നിർധന ചെറുക്കന് ഉമിനീരും കൊടുക്കുന്ന ഈശ്വരൻ എന്നൊന്നുണ്ടെങ്കിൽ ആ ഈശ്വരനെ നമ്മൾ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ചവിട്ടണം എന്നും എഴുതുന്നുണ്ട്. അപ്പോൾ തീവ്രമായും വളരെ നിസ്സംഗമായും അല്ലെങ്കിൽ വളരെ പാസീവായും ആക്റ്റീവായും അഗ്രസീവായും രാഷ്ട്രീയം സാഹിത്യത്തിലേക്ക് വരാം എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ മറ്റുള്ളവരുടെ സമയം കൂടി പരിഗണിക്കണമെന്നുള്ളത് കൊണ്ട് ദീർഘമായി പോകുന്നില്ല. രാഷ്ട്രീയം പറയണ്ടേ സാഹിത്യം എന്ന ചോദ്യത്തിന് രാഷ്ട്രീയം പറയണം സാഹിത്യം എന്ന ഉത്തരം, രാഷ്ട്രീയം പറഞ്ഞേ തീരൂ സാഹിത്യം എന്ന് ഉത്തരം, സാഹിത്യത്തിൽ രാഷ്ട്രീയം പറയാതെ സാഹിത്യമില്ല എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ മറ്റൊരാൾക്ക് വേണ്ടി ഈ അവസരം കൈമാറും. ടീച്ചർ രാഷ്ട്രീയം പറയണം സാഹിത്യം എന്ന് ഉറപ്പിക്കുന്നതോടൊപ്പം ടീച്ചർ ഒരു വാക്കുകൂടി പറഞ്ഞിട്ടുണ്ട്, ബോധപൂർവം രാഷ്ട്രീയം പറയണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചർച്ചക്കുള്ള വിഷയമാണ്. ഞാൻ അടുത്തായി നമ്മുടെ വിനോദ് കൃഷ്ണ സംസാരിക്കും. ഈ അടുത്ത കാലത്ത് 2-3 വർഷമായി മലയാളത്തിൽ രാഷ്ട്രീയ സൗന്ദര്യമുള്ള ഈ കാലത്തിൻ്റെ ഒന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്ന രാഷ്ട്രീയ സൗന്ദര്യമുള്ള ഒരു നോവൽ നമുക്ക് എഴുതി തന്ന ആളാണ് എഴുത്തുകാരനാണ് വിനോദ് കൃഷ്ണ. വിനോദ് കൃഷ്ണ നമ്മോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. സാഹിത്യം പൊതുവെ മനുഷ്യ ജീവിതാവസ്ഥകളെ അല്ലെങ്കിൽ സാമൂഹ്യ അവസ്ഥകളെയൊക്കെയാണ് നമ്മൾ സാഹിത്യത്തിൽ എപ്പോഴും അല്ലെങ്കിൽ വർക്ക് ഓഫ് ആർട്ടിൽ നമ്മൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. ആ ഒരു സമൂഹത്തിലുള്ള ജനങ്ങളുടെ സങ്കടങ്ങളെയോ അവരുടെ വികാരങ്ങളെയൊക്കെയാണ് സാഹിത്യമായി മാറ്റുന്നത്. പക്ഷെ നമ്മളൊന്ന് ഓർക്കണം, ഇങ്ങനെയുള്ള ജീവിതാവസ്ഥകളുടെ സങ്കടങ്ങൾ നിർണ്ണയിക്കുന്നത് രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങൾ നിർണ്ണയിക്കുന്നത് രാഷ്ട്രീയമാണ്. 1 കിലോ അരിയുടെ വില അത് വാങ്ങുന്ന ആൾക്ക് നിശ്ചയിക്കാനാവില്ല, അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. അതുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ നല്ലതും ചീത്തയും ആയ തീരുമാനങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ ഇരകളായിത്തീരുന്നതും അതിൻ്റെ ഉപഭോക്താക്കളായിത്തീരുന്നതും ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് പ്രതിലോമകരമായൊരു രാഷ്ട്രീയം പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ ഒരു ഷൗട്ട് ഔട്ട് നടത്തുക എന്നുള്ളത് സാഹിത്യത്തിൻ്റെ ധർമ്മമാണ്. അത് ആണ് സാഹിത്യത്തിൻ്റെ DNA. അതുകൊണ്ട് രാഷ്ട്രീയം സംസാരിക്കണോ എന്ന് പറയുന്ന ചോദ്യം തന്നെ സാഹിത്യം റദ്ദ് ചെയ്യുന്നുണ്ട്. കാരണം സാഹിത്യം രാഷ്ട്രീയമാണ്. ഒരു മനുഷ്യൻ്റെ വിചാരങ്ങളെ അവന് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിലൊരു രാഷ്ട്രീയ തീരുമാനമുണ്ടാവും. ഇപ്പോൾ റോഡുണ്ടാവുന്നത് പോലെ തന്നെ റോഡിലെ കുഴി ഉണ്ടാവുന്നതും രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ സാഹിത്യത്തിലെ രാഷ്ട്രീയം അശ്ലീലമാണ് എന്ന് പറയുന്നത് തന്നെ ഒരു അരാഷ്ട്രീയ ബോധത്തിൽ നിന്നുണ്ടാകുന്നൊരു സംഗതിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ എഴുതിയൊരു പുസ്തകത്തിൻ്റെ വില നിശ്ചയിക്കാൻ അവനാവില്ല.
അതൊരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ പുറത്ത് വരുന്നതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിൻ്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ എടുത്താൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഓരോ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളുടെയും പിറകിൽ ഒരു രാഷ്ട്രീയ തീരുമാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. എഴുത്തുകാരന് കിട്ടുന്ന റോയൽറ്റിക്ക് 18% GST ഏർപ്പെടുത്തിയ ഒരു ഭരണകൂടം ആണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. അപ്പോൾ എഴുത്തുകാരന് കിട്ടേണ്ടത് കിട്ടാതാക്കുന്നതും സമൂഹത്തിന് കിട്ടേണ്ടത് കിട്ടാണ്ടാക്കുന്നതും ഒക്കെ ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിനെതിരെ എഴുതുക എന്നുള്ളത് ഒരു സാമൂഹ്യ അവസ്ഥയെ ചിത്രീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മലയാള സാഹിത്യത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ കാലാകാലങ്ങളിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയം, പ്രതിലോമകരമായ രാഷ്ട്രീയം പ്രവർത്തിച്ചപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള എഴുത്തുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 70കളിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്ന് പറയുന്ന ഒരു സാഹിത്യ ശാഖ തന്നെ നമ്മുടെ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. M. സുകുമാരനെ പോലുള്ള ആളുകൾ, പട്ടത്തുവിളയെ പോലുള്ള ആളുകൾ, UP ജയരാജനെ പോലുള്ള ആളുകൾ, കോവിലിനെ പോലുള്ള ആളുകൾ. കോവിലിൻ്റെ റാ എന്ന് പറയുന്ന കഥയൊക്കെ നമ്മൾ എത്ര ചർച്ച ചെയ്താലും നമുക്ക് അതിനെക്കുറിച്ച് ഇന്നും വളരെ റെലവൻ്റായി നിൽക്കുന്ന ഒരു കഥയായിട്ട് നമുക്ക് തോന്നും. വിശപ്പിൻ്റെ രാഷ്ട്രീയം പറയുന്നു, സൗഹാർദ്ദത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നു, ആളുകളെ തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള സാഹിത്യങ്ങളാണ്. അപ്പോൾ വസന്തത്തിൻ്റെ ഇടിമുഴക്കം പോലുള്ള ഒരു സാഹിത്യ ശാഖ ഉണ്ടായത് ഈ നമ്മൾ കേരളത്തിലാണെന്ന് പറയാം. ഇപ്പോൾ NS മാധവൻ സാറിനെ പോലുള്ള ആളുകൾ എഴുതിയിട്ടുള്ള കഥകൾ, ഇപ്പോൾ ഒരു പള്ളി പൊളിച്ച സമയത്ത് അത് ഒരു പത്രവാർത്തയായി മാത്രം ആ കാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഗതിയെ സാമൂഹ്യമായ ഓർമ്മയിലേക്ക് എക്കാലത്തേക്കും എടുത്തു വെച്ചൊരു സ്മാരകമായിട്ടൊരു കഥ മാറുന്നു എന്നതിനർത്ഥം ആ ഒരു എഴുത്തുകാരൻ്റെ ഉള്ളിലൊരു രാഷ്ട്രീയം പ്രവർത്തിച്ചത് കൊണ്ടാണ് അങ്ങനെയുള്ളൊരു വർക്ക് ഓഫ് ആർട്ട് നിരന്തരം സംസാരിക്കുന്ന ഒരു സാമൂഹ്യ ഓർമ്മയായിട്ട് നമുക്ക് ലഭിച്ചത്. അത് അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ ബോധ്യം ഒരു എഴുത്തുകാരൻ ഉണ്ടാകുമ്പോഴാണ് ഈ കാലാതീതമായ കാര്യങ്ങൾ, അത് നമ്മൾ സമകാലീനമായ ജീവിതാവസ്ഥകളെ മാത്രമല്ല അത് അടയാളപ്പെടുത്തി വയ്ക്കുന്നത്, അത് സാമൂഹികമായ ഒരു ഓർമ്മയുടെ ഒരു ഡോക്യുമെൻറ്റേഷൻ കൂടിയാണ്. അത് എടുത്ത് വായിക്കുമ്പോൾ നമ്മുടെ പൂർവികർ ജീവിച്ച ഒരു കാലത്തിൻ്റെ പ്ലൈറ്റ് എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അത്തരത്തിലുള്ള ഒരു കൃതികളിൽ നിന്ന്. അത് അതാത് കാലത്തിൻ്റെ ഒരു മരണ സർട്ടിഫിക്കറ്റായി മാറ്റുന്നത് രാഷ്ട്രീയം എഴുത്താണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇത് ഒരു പ്രൊപ്പഗാൻഡ സാഹിത്യമായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതൊരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഫാസിസം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഇത് രാഷ്ട്രീയം എഴുതുന്നത് വളരെ അശ്ലീലമാണ് എന്ന് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഫാസിസം ഒരു ഐഡിയോളജിയാണ്. ഒരു മനുഷ്യൻ്റെ നല്ല ജീവിതത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയം പ്രവർത്തിക്കുന്നു, അതിൻ്റെ ഹാർമണി തകർക്കുന്നു. ഇതൊരു ഐഡിയോളജിയാണ്. അത് ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അത്തരം കാര്യങ്ങൾ സാഹിത്യത്തിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഇന്ന കൊടിയുടെ കീഴിൽ നിന്നുകൊണ്ട് ഒരു പ്രൊപ്പഗാൻഡ സാഹിത്യം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ അശ്ലീലമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ എഴുതുന്ന കൃതികളിൽ ഇപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ അതിലൊരു സൗന്ദര്യാത്മകത എത്രമാത്രം ഉണ്ട് എന്ന് ഒരു അളക്കലൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം കേരളത്തിൽ ഇന്നോളം എഴുതപ്പെട്ടിട്ടുള്ള മഹത്തരമായിട്ടുള്ള കൃതികളൊക്കെ തന്നെ രാഷ്ട്രീയം സംസാരിച്ച കൃതികളായിരുന്നു. അതാത് കാലത്തിൻ്റെ വേദനകളെ, ആ സമൂഹം അനുഭവിച്ച യാതനകളെ ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ള കൃതികളായിരുന്നു. അതിലൊക്കെ വേണ്ടുവോളം രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. എനിക്ക് ഇപ്പോൾ അസ്തൂരിയാസിൻ്റെ ഒരു കൃതിയാണ് ഓർമ്മ വരുന്നത് ഒരു ഉദാഹരണമായിട്ട് പറയാനായിട്ട്. ദ പ്രസിഡൻറ്റ് പോലുള്ളൊരു കൃതി അദ്ദേഹം 13 വർഷക്കാലം ആ കൃതി എഴുതിയിട്ട് ആ ഭരണകൂടം, നിലവിലെ ഭരണകൂടം അത് തടുത്തു വെക്കുകയാണ് ഉണ്ടായത്, അത് പ്രസിദ്ധീകരിക്കാതെ. പിന്നീട് ഈ പ്രതിപക്ഷം അതിനുവേണ്ടി ഒരുപാട് സമരം ചെയ്യുകയും പ്രതിപക്ഷം അധികാരത്തിൽ വന്ന സമയത്തും ദ പ്രസിഡൻറ്റ് എന്ന് പറയുന്ന കൃതി പ്രസിദ്ധീകരിക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം ആ കൃതി ആ സമയത്ത് അവരെടുത്ത് വായിച്ചപ്പോൾ ആ അധികാരത്തിലിരിക്കുന്ന ആളുകൾക്കെതിരെ സംസാരിക്കുന്ന ഒരു കൃതിയായിട്ട് ദ പ്രസിഡൻറ്റ് പോലുള്ള കൃതി മാറുന്നു എന്നുള്ളത്. അപ്പോൾ എപ്പോഴും പ്രതിപക്ഷമായിരിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി രാഷ്ട്രീയം എഴുത്തിലെ ഒരു പ്രധാന സംഗതിയായി നിലനിൽക്കുന്നു എന്ന് വേണം കരുതാൻ. ഇന്ന് പ്രസിഡൻറ്റ് പോലുള്ളൊരു കൃതി നാം ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇരുന്ന് വായിക്കുമ്പോൾ ദ പ്രസിഡൻറ്റ് എന്ന് പറയുന്നൊരു പദം അറിയാതെ ദ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു പദമായി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് കാലത്തെ അതിജീവിക്കുന്നത്, ഇത്തരത്തിലുള്ള വർക്ക് ഓഫ് ആർട്ട് കാലത്തെ അതിജീവിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള മനുഷ്യത്വപരമായ സംഗതികൾ ഉള്ളതുകൊണ്ട് മാത്രമല്ല, മനുഷ്യന് വേണ്ടി സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് കൂടിയാണ് അത്തരത്തിലുള്ളൊരു കൃതി വളരെ സൗന്ദര്യാത്മകമായ ഒരു എസ്തറ്റിക്സ് ഉള്ള കൃതിയായിട്ട് നിലനിൽക്കുകയും ആളുകൾ തലമുറകൾക്ക് ശേഷവും അത് വായിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് അല്ലേ, കുറച്ചുകൂടി സമയം എടുക്കായിരുന്നു, കുഴപ്പമില്ല.
വിനോദ് കൃഷ്ണ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ രാഷ്ട്രീയ എഴുത്തിനെ, ഞാൻ പറയുമ്പോൾ രാഷ്ട്രീയ സൗന്ദര്യമുള്ള എഴുത്തിനെ എന്നും കൂടി പറയൂ, രാഷ്ട്രീയ സൗന്ദര്യമുള്ള എഴുത്തിനെ പ്രൊപ്പഗൻഡ സാഹിത്യമായി വിലയിരുത്തുന്നവരുണ്ട്. അങ്ങനെ ഒരു വിലയിരുത്തൽ നമ്മുടെ ഇടയിലുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ചർച്ചയ്ക്ക് വിഷയീഭവിക്കേണ്ട ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നുകയാണ്. രാഷ്ട്രീയ സൗന്ദര്യം രാഷ്ട്രീയം എഴുതുന്നത് പ്രൊപ്പഗൻഡ സാഹിത്യമാണോ എന്നുള്ളത് അത് എഴുത്തിൽ ഉണ്ടാകേണ്ട ഒന്നാണ് എന്ന് നമുക്കറിയാം. തീർച്ചയായും അടുത്തായി കെ ഉണ്ണികൃഷ്ണൻ നമ്മോട് സംസാരിക്കും. കഥാകൃത്താണ്, സാംസ്കാരിക പ്രവർത്തകനാണ്, നല്ല വായനക്കാരനാണ്. ഉണ്ണികൃഷ്ണനെ ക്ഷണിക്കുന്നു. നമസ്കാരം. രാഷ്ട്രീയം പറയേണ്ട സാഹിത്യം എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും രാഷ്ട്രീയം പറയണം സാഹിത്യം എന്നത് തന്നെയാണ് ശരി. എഴുത്ത് തന്നെ, സാഹിത്യം തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, ഒരു രാഷ്ട്രീയമാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ആ രാഷ്ട്രീയം എന്ന വാക്കിനൊരു ഡെഫിനിഷൻ ആവശ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജീവിതത്തെക്കുറിച്ച് പറയുന്ന, പ്രതിസന്ധികളെക്കുറിച്ച് പറയുന്ന, മനുഷ്യൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നത് എല്ലാം തന്നെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണോ സാഹിത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മളൊരു ഡെഫിനിഷൻ കൊണ്ടുവരേണ്ടതാണ് ആവശ്യം. ഇപ്പോൾ ശ്രീകല പറയുകയുണ്ടായി, ബോധപൂർവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം, അവിടെയാണ് ഇതിൻ്റെ പ്രസക്തിയുള്ളത്. രാഷ്ട്രീയം ജീവിതത്തെക്കുറിച്ച് പറയുന്നതും സാഹിത്യത്തിൽ പറയുന്ന രാഷ്ട്രീയം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് പറയുന്നതും രണ്ടാണ്. അപ്പോൾ അവിടെ ഒരു ഡെഫിനിഷൻ ആവശ്യമായി മാറുന്നുണ്ടെന്നതാണ് എൻ്റെ വാദം. സാഹിത്യകാരൻ രാഷ്ട്രീയം പറയണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടോ പ്രത്യയശാസ്ത്രങ്ങളോടോ അടുപ്പം പാടില്ല എന്നാരും പറയുന്നത്. അത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. അവിടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച്, അവിടെ തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. പക്ഷേ അത് ബോധപൂർവമാകുമ്പോൾ നമ്മളൊരു രാഷ്ട്രീയ അടിമയായി മാറുന്ന സാഹചര്യം സാഹിത്യകാരനില്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കുന്നതല്ലാണ്. ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി, ഞാൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം, അതാണ് എൻ്റെ രാഷ്ട്രീയമെങ്കിൽ ഞാൻ അതുമാത്രമാണ് ശരി എന്ന് വിശ്വസിച്ച് എഴുതുന്നതെല്ലാം ഒരു പക്ഷേ ശരിയല്ലാത്തതാവാം, വഴിതെറ്റിക്കുന്നതാവും. ഏത് രാഷ്ട്രീയ, ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരാൾ കൊല്ലപ്പെടുമ്പോൾ, അല്ലെ എതിർ രാഷ്ട്രീയക്കാരനെ വധിക്കപ്പെടുമ്പോൾ അതിനെ നമ്മൾ അപലപിക്കുകയും, നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ മുഖേന എതിർ കക്ഷിയിലെ ആൾ വധിക്കപ്പെടുമ്പോൾ അതിനെ നമ്മൾ കണ്ടിൽ നിന്ന് നടിക്കുകയും ചെയ്യുന്നത് ഒരു ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമല്ല. അത് എഴുത്തുകാരൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ഞാൻ കണക്ക് കൂട്ടുകയുമില്ല. അത് പ്രത്യയശാസ്ത്ര അടിമകളുടെ ഒരു ഭാഷയാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനോട് കാണിക്കുന്ന അമിതമായിട്ടുള്ള ഒരു അഭിനിവേശമോ അടിമത്തത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളങ്ങനെ ചിന്തിക്കുന്നത്. അതിൽ നിന്ന് കുറച്ചെങ്കിലും വ്യത്യസ്തനാകുന്നിടത്താണ് എഴുത്തുകാരൻ എന്ന രീതിയിൽ നമ്മൾ നിലനിൽക്കുന്നുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നതിൽ നിന്നും ചിലപ്പോൾ വ്യത്യസ്തമായ ഒരു അഭിപ്രായം എൻ്റേതാവാം. അതുകൊണ്ട് എന്നെ ഒരു അരാഷ്ട്രീയവാദിയായി മുദ്രകുത്തേണ്ട ആവശ്യമില്ല. എനിക്കും രാഷ്ട്രീയമുണ്ട്. എൻ്റെ രാഷ്ട്രീയം എൻ്റെ എഴുത്തിൽ കടന്നു വരികയും ചെയ്യും. പക്ഷേ അത് മനുഷ്യൻ്റെ പ്രശ്നങ്ങളോട്, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളോട്, വ്യവസ്ഥാപിതമായിട്ടുള്ള കാര്യങ്ങളോട് പോരാടുമ്പോഴാണ് എൻ്റെ ആ രാഷ്ട്രീയം കടന്നു വരുന്നത്. അത് ഞാൻ ഒരിക്കലും ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളുടെ മുന്നിൽ അടിയറ വയ്ക്കുന്ന ഒന്നാകുന്നിടത്തല്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ വരുമ്പോൾ അരാഷ്ട്രീയവാദിയാണ് എന്ന് മുദ്രകുത്തപ്പെടാനുള്ള സാധ്യതകൾ ഒരു പാവം എഴുത്തുകാരന് എപ്പോഴും സംഭവിക്കാവുന്നതാണ്. എന്നിരുന്നാലും ഏതെങ്കിലും എഴുത്തുകാരൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയത്തെ പുകഴ്ത്തുന്നതിനോടോ പ്രവർത്തിക്കുന്നതിനോ ഒരു എതിരുമില്ല. നമുക്കറിയാം, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ധാരാളം എഴുത്തുകാർ ഒട്ടനവധി രാഷ്ട്രീയ പ്രവർത്തകരും കൂടിയാണ്. സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട് വലിയ എഴുത്തുകാരനും നല്ല രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു. പക്ഷേ EMSനെ നമ്മളിൽ എത്ര പേർ എഴുത്തുകാരനായിട്ട് കാണുന്നുണ്ട്? വളരെ കുറച്ച് പേരുള്ളൂ. നമ്മുടെ നവോത്ഥാന നായകന്മാർ, ഗുരുദേവനെ തന്നെ, നാരായണ ഗുരുദേവൻ തന്നെ വലിയ എഴുത്തുകാരനായിട്ട് ഇരിക്കുമ്പോഴും എത്രയോ സാഹിത്യ സംഭാവന എന്ന് പറയാവുന്ന അമൂല്യമായ ഗ്രന്ഥം തന്നിട്ടുള്ള ആളാണ്. ഗ്രന്ഥങ്ങൾ നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് സാഹിത്യകാരനായിട്ടല്ല. അതുപോലെ സാഹിത്യകാരന്മാർ രാഷ്ട്രീയക്കാരായി മാറ്റപ്പെടുന്ന സാഹചര്യത്തിൽ
ഭൂരിഭാഗവും പക്ഷത്തും ജനം അംഗീകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു വസ്തുത. ഇപ്പം നമുക്കതിന് ആക്ഷേപമായിട്ട് MK സാനു അങ്ങനെയല്ലായിരുന്നു എന്നോ SK പൊറ്റക്കാട് അങ്ങനെയല്ലായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിലും ഭൂരിപക്ഷം എഴുത്തുകാരെയും എഴുത്തുകാരായിട്ട് കാണുന്നതായിരുന്നു ജനങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതാണ് ചരിത്രം നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് അവരെയൊക്കെ ഒരു പക്ഷേ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കുന്ന തോൽപ്പിക്കാനും ജനം തയ്യാറായിട്ടുണ്ട്. അവരെ കാണാൻ സാഹിത്യകാരന്മാരായിട്ട് കാണാൻ മാത്രം ഇഷ്ടപ്പെടുന്നവരാണ്. ഞാൻ അരാഷ്ട്രീയവാദം പറയുകയല്ല. പിന്നെ സാഹിത്യകാരൻ എന്താണ്, എവിടെയാണ് രാഷ്ട്രീയം പറയേണ്ടത്, കാണിക്കേണ്ടത്? രചനകളിൽ കടന്നു. ഞാൻ പറഞ്ഞല്ലോ, ജീവിതമാണ്, ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ് രാഷ്ട്രീയം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസ്താവന എടുത്തിട്ട് പറയുന്ന മുദ്രാവാക്യം, കവിതകൾ. ഞാൻ മുദ്രാവാക്യ കവിത എഴുതിയിട്ടുള്ള ആളാണ്. ഇന്നും പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ ഞാൻ എഴുതിയ പാട്ടും പാടി കളക്ട്രേറ്റിന് മുന്നിൽ സമരം നടത്തുമ്പോൾ ഞാൻ തൊട്ടുപുറത്ത് ഇരിപ്പുണ്ടാവും. അതുകൊണ്ടാണ് അതിനെ മുദ്രാവാക്യ പാട്ടെന്ന് മാത്രം പറയുന്നത്. അതൊരിക്കലും ഒരു സാഹിത്യ രചനയാകാത്തത് അതുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യമായി മാറുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരു എഴുത്ത് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ നിന്നും ഭിന്നമായിരിക്കണം. അല്ലെങ്കിൽ എഴുത്തുകാരൻ എഴുതുന്ന രാഷ്ട്രീയം മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചായിരിക്കണം, മനുഷ്യൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചായിരിക്കണം, വ്യവസ്ഥകളെക്കുറിച്ചായിരിക്കണം. എല്ലാ എഴുത്തുകാരും സ്വാഭാവികമായിട്ട് ഭരണകൂടങ്ങൾക്കെതിരായിരിക്കും. അവന് സ്വീകാര്യമായ ഒന്നായിരിക്കുകയല്ല ചെയ്യുന്നത്. എത്ര എഴുത്തുകാർ നമ്മുടെ സമൂഹത്തിൽ ഈ ഭരണകൂടങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നുണ്ട്? പല എഴുത്തുകാരും ശബ്ദിക്കുന്നേയില്ല. കാരണം അവൻ അംഗീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭരിക്കുന്നതെങ്കിൽ മിണ്ടില്ല. അതല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ഞാൻ പറയും. സാഹിത്യകാരൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അതല്ല എന്ന് ഞാൻ പറയും. അവൻ്റെ രചനകളിലൂടെ, കഥകളിലൂടെ, കവിതകളിലൂടെ, എഴുത്തിലൂടെ തെറ്റ് എന്ന് തോന്നുന്ന, വിപത്താകുന്ന, സമൂഹത്തിനെതിരാകുന്ന, മനസാക്ഷിക്കെതിരാകുന്ന ഒരു കാര്യത്തെ പറയുന്നിടത്താണ്, പ്രതികരിക്കുന്നിടത്താണ് ശരിയായ എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് സംഭവിച്ചിരിക്കുന്ന ഒരു പ്രതിഭാസം കഴിഞ്ഞ ഒരു 10 കാലത്തോളമായിട്ട് മറ്റത് സാഹിത്യകാരന്മാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാഹിത്യവും രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഞാൻ രാഷ്ട്രീയ കക്ഷികളെക്കുറിച്ച് മാത്രം എടുത്ത് സംസാരിക്കുന്നത് തെറ്റിദ്ധരിക്കേണ്ട. സാഹിത്യത്തിൻ്റെ രാഷ്ട്രീയമല്ല അത്. രാഷ്ട്രീയ കക്ഷികളും എന്നുള്ള രീതിയിൽ പറയുമ്പോൾ മറ്റൊന്നാണ്. ഇപ്പോൾ തിരിച്ചാണ് സംഭവിക്കുന്നത്. രാഷ്ട്രീയക്കാരെല്ലാം കൂടി എഴുത്തുകാരൻ്റെ മേലങ്കി അണിയാണ്. അത്ഭുതകരമായിട്ടുള്ളൊരു പ്രവണതയാണ്. ഏത് രാഷ്ട്രീയക്കാരനായാലും തിരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ അയാളുടെ യോഗ്യതാ പട്ടികയുടെ ഏറ്റവും അടിയെ കൊണ്ട് ഒരു വലിയ വാക്ക് ചേർക്കും, എഴുത്തുകാരൻ. എന്തെഴുതി എന്ന് ആരും ചോദിക്കുകയില്ല. പല നേതാക്കന്മാരും അത്തരത്തിൽ എഴുതി വരുമ്പോൾ നിങ്ങളത് അന്വേഷിച്ച് നോക്കണം, താങ്കൾ എന്തെഴുതിയിട്ടാണ് ഈ എഴുത്തുകാരൻ എന്ന് ചേർത്തത്. സാംസ്കാരിക പ്രവർത്തകൻ എന്ന് ആർക്കും ചേർക്കാം, ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്താലും നമുക്ക് സാംസ്കാരിക പ്രവർത്തകനാകാം. എഴുത്തുകാരനാകാൻ കഴിയില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ രാഷ്ട്രീയക്കാരെല്ലാം കൂട്ടത്തോടുകൂടി എഴുത്തുകാരാണെന്നും കൂടി അവിടെ ബയോഡേറ്റ ചേർക്കുന്നുള്ള ഒരു അത്ഭുത പ്രതിഭാസം നടക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഈ മാറ്റം സംഭവിക്കുന്നറിയോ? രാഷ്ട്രീയത്തിലും സാഹിത്യത്തിലും അമിതമായ രാഷ്ട്രീയവൽക്കരണം വരുന്നതിൻ്റെ ഫലമാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ്. അതുകൊണ്ട് ബോധപൂർവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തന മേഖലയായിട്ട് എഴുത്തുകാരൻ സാഹിത്യത്തെ കാണുന്നത് തെറ്റാണ് എന്ന് ഞാൻ പറയും. അത് അരാഷ്ട്രീയവാദമല്ല, അതാണ് ശരിയായ രാഷ്ട്രീയവാദമെന്ന് ഞാൻ ഉറച്ചു നിൽക്കും. അതേസമയം ഞാൻ എഴുതുന്ന എഴുത്തിൽ, നിങ്ങൾ എഴുതുന്ന രചനകളിൽ മനുഷ്യൻ്റെ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയത്തെ പറയുക തന്നെ വേണം. ഏതെങ്കിലും നമുക്ക് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പറയുക തന്നെ വേണം. ആ രാഷ്ട്രീയ പ്രവർത്തനമാണ് എഴുത്തുകാരന് അഭികാമ്യം എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. നന്ദി. ലോകത്തിന് വേണ്ടിയുള്ള എഴുത്താണ് രാഷ്ട്രീയ എഴുത്ത് എന്ന് തന്നെയാണ് കെ ഉണ്ണികൃഷ്ണനും ഇവിടെ പറഞ്ഞത്. കുറച്ചുകൂടി വിശദാംശങ്ങളിലേക്ക് രാഹുൽ പോകുമെന്ന് വിചാരിക്കുന്നു. രാഹുലിനെ ക്ഷണിക്കുന്നു. പക്ഷേ ശ്രീകല ടീച്ചർ തുടങ്ങിയതുപോലെ 1930 തുടക്കത്തിൽ ചോദിച്ച ഒരു ചോദ്യം ഒരു 100 വർഷത്തോളം മറിഞ്ഞ് രാജ്യങ്ങൾ മറിഞ്ഞ് സാഹിത്യ അക്കാദമിയുടെ ഒരു ഹാളിലിരുന്ന് ചർച്ച ചെയ്യുമ്പോഴും ചോദിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിലൊന്ന് സാഹിത്യം, രാഷ്ട്രീയം എന്നുള്ള ഈ 2 കാര്യങ്ങൾ. ഇത് നമുക്കെപ്പോഴും നമ്മളിതിനെ എല്ലാം ബൈനറി ആയിട്ട് കാണുന്ന ആളുകളാണ്. ഇത് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു നിലയാണ്. സാഹിത്യവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുക,
സാഹിത്യകാർ രാഷ്ട്രീയത്തിൽ ഇടപെടാമോ എന്ന് പറയുക, രാഷ്ട്രീയക്കാർ സാഹിത്യത്തിൽ ഇടപെടാമോ എന്ന് പറയുക, ഇത്തരം ഉത്കണ്ഠകളാണ് നമുക്ക്. യഥാർത്ഥത്തിൽ അത്തരം ഉത്കണ്ഠകളുടെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. രാഷ്ട്രീയക്കാരിൽ നല്ല സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ EMSനെ പോലെ PGയെ പോലെയുള്ളവരുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായി ഇരുന്ന മാക്സിം ഗോർക്കിയെ പോലെയുള്ള ആളുകളുണ്ട്, സഫ്തർ ഹാഷ്മിയെ പോലെയുള്ള നാടകക്കാരുണ്ട്. ഒരേ സമയം അവർ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും സാഹിത്യത്തിലോ കലയിലോ ഇടപെടുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മളെപ്പോഴും ഒരു ഒന്ന് പറഞ്ഞ് തീർക്കുന്ന ഒരു നില പലപ്പോഴും സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് അത്തരം പറഞ്ഞ് തീർക്കലുകൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ തീരുമാനമെടുത്ത് എഴുത്തുകാരൊക്കെ എഴുതുക മാത്രം ചെയ്യേണ്ട ആളുകളാണ്. ഒരു പൊതുധാരണ പലപ്പോഴും ഞങ്ങളൊക്കെ എഴുതി തുടങ്ങുന്ന സമയത്തൊക്കെ ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ കൺഫ്യൂഷനുകളിലൊന്ന്, പല പ്രധാനപ്പെട്ട എഴുത്തുകാരും ഞങ്ങളോട് പറയാറുള്ളത്, ഞാൻ സാംസ്കാരിക പ്രവർത്തകനും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ പൊതുവിൽ നമ്മളോട് അപ്പോൾ ആ സമയത്ത് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എഴുതുക, ഇപ്പോൾ കവിത എഴുതുന്ന ഒരാളെന്നുള്ള നിലയിൽ നിങ്ങൾ കവിത എഴുതിക്കൊണ്ടേയിരിക്കുക, നിങ്ങൾ മറ്റ് രാഷ്ട്രീയത്തിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല, കവിതയിൽ ശ്രദ്ധിക്കുക, കവിതയിൽ ജീവിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ സാമൂഹ്യ ജീവിതമില്ലാതെ രാഷ്ട്രീയ ജീവിതമില്ലാതെ ഒരാൾ എഴുത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു അടച്ചിട്ട ഫ്ലാറ്റിലിരുന്ന് എഴുതിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ മറ്റൊന്നിലും ഇടപെടാതെ, സമൂഹത്തിൽ നടക്കുന്ന മറ്റൊന്നിലും ഇടപെടാതെ, ഒരു പക്ഷേ സോഷ്യൽ മീഡിയ പോലും മാറ്റി വെച്ചുകൊണ്ട് എഴുത്ത് എന്നതിൽ മാത്രം ജീവിക്കുക എന്ന നിലയിലാണ്. ഇപ്പോൾ മാഷ് പറഞ്ഞതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇപ്പോൾ എഴുതുമ്പോൾ ഉള്ളൊരു പ്രശ്നം, ജനം ഇഷ്ടപ്പെടുന്നുണ്ടോ, ജനം സാഹിത്യകാരനെ ഒരു രാഷ്ട്രീയക്കാരനായി കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഏതെങ്കിലും ജനങ്ങളുടെ ഒരു പൾസിനനുസരിച്ച് ഒരു എഴുത്തുകാരൻ അയാളുടെ ജീവിതത്തെയും രാഷ്ട്രീയത്തെയും കാണേണ്ടതില്ല എന്നുള്ളതാണ്. അയാൾക്ക് ഇഷ്ടമാണെങ്കിൽ അയാൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടക്കാതിരിക്കുന്നത് കൊണ്ട് ഒരാൾ നല്ലൊരു എഴുത്തുകാരനാകും എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ ആളുകൾ, ഇപ്പോൾ പുതിയ തലമുറയിലെ ഭൂരിപക്ഷം എഴുത്തുകാരും ഗംഭീരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും സാംസ്കാരിക പ്രവർത്തനം നടത്തുകയും രാഷ്ട്രീയത്തിൽ ഇടപെടുകയും അഭിപ്രായം പറയുകയും അതോടൊപ്പം തന്നെ നന്നായി എഴുതുകയും ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ഇവിടെ സെഷനിൽ പങ്കെടുത്ത മൃദുലിനെ പോലെയുള്ള ആളുകളുണ്ട്, നേരത്തെ പുണ്യെ പോലെയുള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ വിനോദ് കൃഷ്ണയെ പോലെയുള്ള എഴുത്തുകാരുണ്ട്, നയനം ബെറേറ്റ പോലെ. ഗാന്ധിവധം പ്രമേയമായി ഈ ഒരു കാലത്ത് ഗാന്ധിവധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്കൊരു പുസ്തകം തരാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതുപോലെ ഷിനിലാലിനെ പോലെയുള്ള എഴുത്തുകാർ 124 പോലെയുള്ള നോവലുകൾ എഴുതുന്ന നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഇപ്പോൾ എതിർവ പോലൊരു നോവൽ, സലിൻ മാങ്കുഴി തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തെ മുഴുവൻ പുനർവായനയ്ക്ക് വിധേയമാകുന്ന നിലയിലുള്ള ഇടപെടൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും പുതിയ കാലത്ത് എഴുത്തുകാർ രാഷ്ട്രീയത്തെ അവരുടെ സാഹിത്യത്തെ പുതുക്കുന്നതിനുള്ള ഒന്നായി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയത്തെ ആ നിലയിൽ കൂടി നമ്മൾ കാണണം. ഒരുപക്ഷെ നമ്മുടെ സാഹിത്യത്തിൻ്റെ ഭാഷയെ പുതുക്കുന്നതിൽ ഈ രാഷ്ട്രീയത്തിന് വലിയ പങ്കുണ്ട്. അത് കേവലമായ രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള നിലയിലുള്ള ഒരു രാഷ്ട്രീയം മാത്രമല്ല, മറിച്ച് നമ്മുടെ ഭാഷയെ പുതുക്കുന്നതിനകത്ത് ഇപ്പോൾ സവർണാധിപത്യം നിറഞ്ഞിരുന്ന ഒന്ന് തന്നെയാണ് മലയാള സാഹിത്യം. അതിനെ പുതുക്കി പണിത് കൊണ്ടുവരുന്നതിനകത്ത് ഈ പുരോഗമനപരമായ സാഹിത്യത്തിനും സാംസ്കാരിക ഇടപെടലുകൾക്കും വലിയ പങ്കുണ്ട്. അതൊരു രാഷ്ട്രീയമായ ഇടപെടലാണ്. ഇപ്പോൾ പല ഐഡൻറ്റിറ്റികൾ പേറുന്ന മനുഷ്യരെ എഴുത്തിലേക്ക് കൊണ്ടുവരുന്നതിനകത്ത് ഈ രാഷ്ട്രീയം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അന്തസ്സത്തയായ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ പോലെയുള്ള എഴുത്തുകാർ അവർ ജീവിച്ചിരുന്ന കാലത്ത് മുൻപൊന്നും വരാത്ത ഐഡൻറ്റിറ്റി ഉള്ള മനുഷ്യർ ഈ കാലത്ത് സാഹിത്യത്തിലേക്ക് അടയാളപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് ഈ കാലത്തിൻ്റെ പുരോഗമനപരമായ രാഷ്ട്രീയം ഒരുക്കുന്ന ഒരു പരിസരമുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയത്തെ നമുക്കിതിൽ നിന്ന് രണ്ടായി മാറ്റി നിർത്തിക്കൊണ്ട് സാഹിത്യം ഒന്നാണ് രാഷ്ട്രീയം ഒന്നാണ് എന്ന നിലയിൽ നമുക്ക് ഒരു ചർച്ച അസാധ്യമാണ്. മറ്റൊന്ന്, സാഹിത്യകാരന് രാഷ്ട്രീയമാകാമോ എന്ന ചോദ്യം, സാഹിത്യകാരനൊരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടാൻ കഴിയും. പക്ഷേ ആ രാഷ്ട്രീയ പ്രവർത്തനം കൂടി നടത്തുമ്പോഴായിരിക്കും അവരുടെ സാഹിത്യത്തിന് കുറച്ചുകൂടി അർത്ഥം വരിക എന്നുള്ളൊരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ കവിതയെക്കുറിച്ച് പറയുന്ന ഒരു നിർവചനം വേർഡ്സ്വർത്തിൻ്റെ നിർവചനമാണ്. പോയിട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് റിക്കളക്റ്റഡ് ഇൻ ട്രാങ്കുലിറ്റി എന്ന് പറയും. അതിനെ കുറച്ചൊക്കെ അർത്ഥം മനസ്സിലാകാതെ നമ്മുടെ പല എഴുത്തുകാരും പിൽക്കാലത്ത് അവർ എഴുതുന്നതിനെ പറയുന്നത് നമ്മുടെ നിർഗളം നമ്മളിങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ മുകളിൽ നിന്ന് എന്തോ എഴുത്തിങ്ങനെ ഡിവൈൻ തിയറി ഓഫ് കിങ്ഷിപ്പ് ഒക്കെ പറയുന്നത് പോലെ എഴുത്തിങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വരികയും നമ്മൾ അതേപടി അത് പേപ്പറിലേക്ക് പകർത്തുകയും ചെയ്യുന്ന ഒന്നാണ് സാഹിത്യം എന്നൊരു ധാരണയുണ്ട്. അവിടെ ബോധപൂർവമായൊരു ഇടപെടൽ. ഇപ്പോൾ തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിൽ ചെല്ലുമ്പോൾ ആശാൻ്റെ കൈപ്പടയിൽ എഴുതിയ ഡയറികളുണ്ട്. അതിൽ ആശാൻ കവിതകൾ എഴുതി ആ കവിതകളെ വെട്ടിത്തിരുത്തി എഴുതുന്ന
എഴുതുന്ന ഒരു കാഴ്ച കാണും. അപ്പോൾ ഈ കവിതയിലും അല്ലെങ്കിൽ തന്നെ സാഹിത്യത്തിലുമൊക്കെ ഈ എഴുതുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിലൊരു പണിയെടുക്കുക എന്നുള്ളത് യഥാർത്ഥത്തിലൊക്കെ ഒരു തൊഴിലാളി വർഗ സമീപനം കൂടിയാണ്. പണിയെടുക്കുക, എഴുത്തിൽ പണിയെടുക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ എഴുത്തിൽ പണിയെടുക്കുന്ന സമയത്ത് ആ കാലത്തിൻ്റെ രാഷ്ട്രീയം കൂടി അതിൽ കൂടി സംവദിക്കും. ഇപ്പോൾ വളരെ നിശബ്ദനായി ഒന്നിലും ഇടപെടാതെ മാറി നിന്ന് എഴുതുക എന്നുള്ളതാണ് എഴുത്ത് എന്ന് കരുതുന്നത് ഈ കാലത്ത് ഒന്നിലും ഇടപെടാതിരുന്നാലും നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ ആളുകൾ വരും എന്നതിൻ്റെ കൂടി കാര്യമാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസമാണ് കാശ്മീരിൽ 25 പുസ്തകങ്ങൾ നിരോധിക്കണമെന്നുള്ള ഒരു ബുക്ക് ഹോളോകാസ്റ്റ് എന്ന് പറയാവുന്ന നിലയിലേക്ക് ഒരു കാര്യം നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ അരുന്ധതി റോയുടെ പുസ്തകങ്ങൾ, നൂറാനിയെ പോലെയുള്ള ആളുകളുടെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കേണ്ട, അവിടെ നിരോധിക്കപ്പെടുകയാണ്. അപ്പോഴും കുറച്ചാളുകൾ ഇപ്പോഴും ഈ ദന്തഗോപുരങ്ങളിലിരുന്ന്, ഫ്ലാറ്റിലിരുന്ന്, എഴുത്തിൽ, ഫേസ്ബുക്കിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മാത്രം അവർ പറയുന്ന രാഷ്ട്രീയം, ഈ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളുകൾക്ക് പ്രശ്നമുണ്ട്. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഒരു ഉദാഹരണമായി എടുക്കാം. ഇപ്പോൾ പല സാഹിത്യകാരും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവർക്കിഷ്ടമുള്ള രാഷ്ട്രീയ പ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ, നല്ല വായനക്കാരൻ എന്നൊക്കെയുള്ള നിലയിൽ സ്വരാജിനെ പോലെയുള്ള ഒരാൾക്ക് പിന്തുണ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതേ സമയത്ത് തന്നെ കുറച്ചാളുകൾ ഇങ്ങനെ എഴുത്തുകാർ ഇതിൽ ഇടപെടേണ്ടതില്ല എന്ന് പറയുന്ന കാഴ്ച നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടു. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ച, ഇങ്ങനെ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനായി അവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയം പുറത്ത് പറയുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇടപെടണമെന്ന് പറയുന്ന ആളുകൾ, ഈ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വലതുപക്ഷത്തിന് സഹായകമാകുന്ന നിലയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളാണ് പലപ്പോഴും. അല്ലെങ്കിൽ ഇതൊന്നും രാഷ്ട്രീയവാദമാണ് പ്രധാനമെന്ന് പറയുന്ന നിലയിൽ ഇടപെടുന്ന ആളുകൾ ആ നിലയിൽ ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്ന ആളുകളാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു റീല്, ഒരാളിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന റീലാണ്. ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് അയാളുടെ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ, JNU അടക്കം വിദ്യാർത്ഥികളുടെ വലിയ പ്രക്ഷോഭങ്ങൾ അതിൻ്റെ സ്ക്രീനിൽ പുറകിൽ നടക്കുന്നതായി കാണുന്നുണ്ട്. ഇപ്പോൾ ബാമറി മസ്ജിദ് തകർക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. പക്ഷേ ഇയാളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇയാൾ വെറുതെ അയാൾ എഴുത്തുകാരൻ എന്ന നിലയിൽ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ചുറ്റുമുള്ളതൊന്നും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ ബാബറി മസ്ജിദ് പോലെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീകം തകർന്നു വീഴുമ്പോൾ ഈ തകർന്നു വീഴുന്ന ബാബറി മസ്ജിദ് കാണാതെ അതിൻ്റെ മുകളിൽ കൂടി പറന്നു പോകുന്ന കാക്കയെക്കുറിച്ച് കവിത എഴുതുന്ന കവികളുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് എഴുതാമെന്നുള്ളത് എപ്പോഴും ഒരു ചോയ്സാണ്. പക്ഷേ ഈ ഒരു കാലം, വരുന്ന കാലം നമ്മൾ എന്ത് എഴുതി എന്നുള്ളത് അടയാളപ്പെടുത്തും എന്നുള്ളതാണ്. അങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ എന്ത് നമ്മുടെ സംഭാവന എന്ന് അടയാളപ്പെടുത്തുമ്പോൾ എഴുത്തുകാർ എത്രത്തോളം സാഹിത്യത്തിൽ അവരുടെ രാഷ്ട്രീയത്തെ, അവരുടെ കാലത്തെ, അവരുടെ മാനവികത, ആത്യന്തികമായി മാനവികത തന്നെയാണ് ഏറ്റവും പുരോഗമനപരമായി മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു മാനവികത തന്നെയാണ് എഴുത്തിലും സാഹിത്യത്തിലും റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത്. അത് ഈ എഴുതുന്ന എഴുത്തുകാരുടെ ഉൾപ്പെടെ, ഈ പുതിയ കാലത്തെ ചെറുപ്പക്കാരുടെ ഉൾപ്പെടെ എഴുത്തിൽ വരുന്നത് ആത്യന്തികമായി ഇത് തന്നെയാണ്. അത് സ്ത്രീപക്ഷ സമീപനത്തിൻ്റെ ഒരു തുടർച്ചയുണ്ടാകും. ഈ ഐഡൻറ്റിറ്റികളെ ഒരു തുടർച്ച പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന നിലയിലുള്ള എഴുത്തുകളുണ്ടാവും. ഇതൊക്കെ ആത്യന്തികമായി പുരോഗമനപരമായ ഒരു രാഷ്ട്രീയത്തിന് ഏറ്റവും മികച്ച ഒരു അടിത്തറ ഒരുക്കുന്ന സാഹിത്യവും തന്നെയാണ് സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, രാഹുൽ കുറച്ചുകൂടി വേറൊരു ലോകമാണ് പറഞ്ഞത്. ഈ രാഷ്ട്രീയ എഴുത്തിൻ്റെ വേറൊരു ലോകമാണ് പറഞ്ഞത്. എഴുത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം കൂടി അതിൽ ഉയർന്നു വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ ഒരു രാത്രി തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരാൾ ഒരു 2 മണിക്കോ മറ്റോ രോഗിയായിട്ട്, അല്ലെങ്കിൽ ഒരു വേദന കൊണ്ടോ അല്ലെങ്കിൽ നെഞ്ഞുവേദന കൊണ്ടോ പെടയുമ്പോൾ തൊട്ടപ്പുറത്തെ ഇപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഇന്ന ആളിൽ നിന്നൊന്നും ഞാൻ പറയുന്നില്ല, ഓടി ചെന്നിട്ട് അയാൾ ആശുപത്രിയിലെത്തിക്കുന്നു എന്ന് പറയുന്ന ഒന്നുണ്ട്. അയാൾ ആശുപത്രിയിലെത്തിക്കുന്നു, അയാൾ സ്ഥിരം രാഷ്ട്രീയ, പക്ഷേ അയാൾ നമ്മൾ കക്ഷി രാഷ്ട്രീയ പ്രവർത്തകൻ എന്നാണ് നമ്മൾ വിളിക്കുക, അല്ലേ? കുറച്ചുകൂടി ചുരുക്കിയിട്ടാണ് അയാളെ വിളിക്കുക. നമ്മളെ എഴുത്തിൻ്റെ ലോകത്ത് വലിയ മാനവികതയുടെ ഒരു ലോകമാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ പറയുക. അതിലപ്പുറം ഈ ഒരു ലോകം കൂടി ഉണ്ട്. മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു ലോകം കൂടിയുണ്ട്. പ്രായോഗിക പ്രദർശനങ്ങളുണ്ട്, പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. ഈ പ്രത്യയശാസ്ത്രങ്ങളും ദർശനങ്ങളും പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുന്ന സാധാരണ മനുഷ്യരുണ്ട്. നമ്മളവരെ കക്ഷി രാഷ്ട്രീയക്കാരനായിട്ട് മെല്ലെ ഒന്ന് അരികിലോട്ട് മാറ്റി നിർത്തുകയാണ് ചെയ്യുക. എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് എന്നല്ല ഞാൻ പറയുന്നത്. പൊതുവെ എഴുത്തിൻ്റെ ഒരു രീതി കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആളാണ് മൂപ്പർ എന്നുള്ള രീതിയിലാണ് കാണുക. ഞാൻ പറഞ്ഞു വരുന്നത് ഇതും നമ്മൾ കാണേണ്ട ഒരു ലോകമാണ് എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മുടെ മനോഹരൻ വി പേരകം എഴുത്തുകാരൻ, കഥാകൃത്താണ്, നോവലിസ്റ്റാണ്. ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരുടെ ഒരു ലോകം കഥയുടെയും നോവലിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തന്ന ആളാണ്. മനോഹരൻ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്ന് നമുക്ക് നോക്കാം.
പ്രിയപ്പെട്ടവരെ, കഥയിലും നോവലിലും സാഹിത്യത്തിലും രാഷ്ട്രീയം വേണമെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. കാരണം അത് അവശരോടും ആർത്തരോടും നിൽക്കേണ്ടതാണ്, ഒട്ടി നിൽക്കേണ്ടതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈയിടെയായിട്ട് കുറേ സാഹിത്യം വരുന്നുണ്ട്. ഇപ്പോൾ വാസ്തവത്തിൽ ഞാൻ കൺഫ്യൂഷനാണ്. കാരണം നമ്മൾ സാഹിത്യത്തിൽ രാഷ്ട്രീയം വേണ്ടേ എന്ന് നമ്മളൊരു 50 കൊല്ലെങ്കിലും നമ്മൾ തർക്കിച്ചിട്ടുണ്ടാവും. രണ്ട് ചേരി തിരിഞ്ഞ് ഒരുപാട് ചർച്ചകൾ മലയാള സാഹിത്യത്തിൽ നടന്നിട്ടുണ്ട്. അവസാനം 92 ഭാഷാഭൂഷണിയിൽ നമ്മുടെ EMS അതിനെക്കുറിച്ച് കാര്യമായി വിസ്തരിച്ച് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ, ഞാൻ മലയാള കഥയുടെ ഇത്രയും കാലത്തെ ഒരു 125 വർഷത്തെ കഥയുടെ ചരിത്രം എൻ്റെ മുന്നിലുണ്ട്. അതിലെ ആ ചരിത്രം പരിശോധിച്ചാൽ രാഷ്ട്രീയ കഥകൾ ഏതൊക്കെയാണ്, കഥകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹിത്യം ഏതാണെന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എൻ്റെ അഭിപ്രായത്തിൽ മലയാളത്തിൽ രാഷ്ട്രീയ കഥകൾ എന്ന പേരിൽ N. ശ്രീകണ്ഠൻ നായർ 5 സമാഹാരം എഴുതിയിട്ടുണ്ട്. ശിവരാമൻ ചെറിയനാട് ഒരു സമാഹാരം എഴുതിയിട്ടുണ്ട്. വിജയൻ കാരോട്ട് ഒരു സമാഹാരം എഴുതിയിട്ടുണ്ട്. അതൊന്നും പക്ഷെ നമ്മുടെ മുഖ്യധാര സാഹിത്യത്തിൽ നമ്മൾ കഥയായി വിലയിരുത്തുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അതൊരു രാഷ്ട്രീയ കഥയുടെ ദൗത്യം നിർവഹിച്ച് പോയ ഒരു കഥയാണ്. പിന്നീട് നമ്മുടെ ആധുനികരുടെ കാലത്താണ് ഒരു രാഷ്ട്രീയ എഴുത്തുകാർ രംഗപ്രവേശം ചെയ്യുന്നത്. അത് M. സുകുമാരൻ, പട്ടത്തുവിള കരുണാകരൻ, പിന്നെ PK നാണു, അങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയ കഥകൾ കൈകാര്യം ചെയ്തത്. അതിൽ M. സുകുമാരൻ ട്രേഡ് യൂണിയനിൽ പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹം എഴുതിയത് തീവ്രവാദത്തിൻ്റെ കഥകളായിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ CV ശ്രീരാമൻ 1948 ഒരു രാഷ്ട്രീയ കഥ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം നിശബ്ദനാവുകയായിരുന്നു. 26 കൊല്ലം അദ്ദേഹം നിശബ്ദനായി. ആ രാഷ്ട്രീയ കഥ എനിക്ക് പറ്റിയതല്ല ആ രാഷ്ട്രീയ കഥ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അദ്ദേഹം മനുഷ്യൻ്റെ സങ്കടങ്ങളും ധർമ്മസങ്കടങ്ങളും ഒക്കെ വെച്ച് പിന്നീട് 26 കൊല്ലത്തിന് ശേഷമാണ് CV ശ്രീരാമൻ രാഷ്ട്രീയ കഥ വാസ്തുഹാര എന്ന കഥ എഴുതി വരുന്നത്. പിന്നീട് വീണ്ടും തലമുറ വരുമ്പോൾ അവിടെയൊന്നും നമുക്ക് കലാത്മകമായ രാഷ്ട്രീയ കഥകൾ കാണുന്നില്ല. പക്ഷേ നമ്മൾ കാണുന്നുണ്ട്, അശോകൻ ചെരുവിലിനെ കാണുന്നുണ്ട്, പിന്നീട് UP ജയരാജിനെ കാണുന്നുണ്ട്. UP ജയരാജിൻ്റെയും അശോകൻ ചെരുവിലിൻ്റെയും കഥകളാണ് മലയാളത്തിൻ്റെ കഥകളോട് സൗന്ദര്യശാസ്ത്രപരമായി ഒട്ടി നിൽക്കുന്നത്. പ്രത്യയശാസ്ത്രത്തിൽ കഥ വിളമ്പുമ്പോൾ അല്ലെങ്കിൽ കല വിളമ്പുമ്പോൾ ആ കല അധപ്പതിപ്പിക്കുന്നുവെന്ന് നമ്മുടെ നിരൂപകനായ M. നരേന്ദ്രപ്രസാദ് പറഞ്ഞിട്ടുണ്ട്. കല വേറെ, രാഷ്ട്രീയം വേറെ. പക്ഷേ നമുക്ക് കലയിൽ വേണ്ട മുഹൂർത്തത്തിൽ വേണ്ടതായ മുഹൂർത്തത്തിൽ കൊണ്ടുവരാം. പിന്നീട് ഒരുപക്ഷെ 1815 സംഭവിച്ച കാര്യങ്ങളാണ് 1862 വിക്ടർ ഹ്യൂഗോ എഴുതുന്നത്. നമുക്ക് പെട്ടെന്ന് പ്രതികരിക്കാനുള്ളതല്ല സാഹിത്യം. എൻ്റെ 1948 നമ്മുടെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് തകഴി എഴുതിയത് പകുതിത പങ്കജം എന്ന നോവലാണ്, അല്ലാതെ വിപ്ലവ സാഹിത്യമല്ല. പക്ഷേ വിപ്ലവ സാഹിത്യം വരും നമ്മുടെ ഉള്ളിൽ. അത് ഇപ്പോൾ അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എഴുതിയതുപോലെ അതൊരു ഉള്ളിൽ വിങ്ങി പിന്നീട് അത് വരേണ്ടതുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഒരു ഉടമ്പടി സാഹിത്യം പെട്ടെന്ന് പുറത്തു വരാൻ അത് നല്ല കലയ്ക്ക് സാധിക്കില്ല എന്നാണ് എൻ്റെ പക്ഷം. എനിക്ക് തോന്നുന്നു മലയാളത്തിലുണ്ടായ ഏറ്റവും സൗന്ദര്യപരമായ കലാത്മകമായ ഏറ്റവും നല്ല കഥ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും UP ജയരാജിൻ്റെ തെയ്യങ്ങൾ എന്ന കഥയാണ്. അതിൽ കരുണൻ എന്ന തെയ്യക്കാരൻ വേഷം കെട്ടി അവസാനം ഒരു സമൂഹത്തിനെ ചേർത്ത് നിർത്തി സഖാവേ എന്ന് വിളിക്കുന്നുണ്ട്. അതാണ് ഒരു കഥയുടെ ദൗത്യം.
ആ ഒരു ചേർത്ത് നിർത്തലാണ് കഥയുടെ ധ്വനി. അങ്ങനെയാണ് കഥ ഉണ്ടാവേണ്ടത്, അങ്ങനെയാണ് രാഷ്ട്രീയം പറയേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഒരു പെട്ടെന്ന് ഒരു കാര്യത്തിനെ എതിർത്ത് അതിനെ ആക്രമിക്കുന്ന രീതിയിലുള്ളതല്ല സാഹിത്യത്തിൻ്റെ ദൗത്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോഴും ഞാൻ പറയുന്നു, കഥ അല്ലെങ്കിൽ നോവലിൻ്റെ ഉള്ളിൽ ഒരു പ്രതികരണം ഉണ്ട്, അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും എഴുതുന്നത് രാഷ്ട്രീയം തന്നെയാണ്. കാരണം അതിൽ പരിസ്ഥിതി രാഷ്ട്രീയം വരുന്നുണ്ട്, മാനവികത വരുന്നുണ്ട്, അങ്ങനെ എല്ലാ തലം അതിൽ ഒട്ടിപ്പോകുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും തന്നെയും രാഷ്ട്രീയം തീർച്ചയായും പറയണമെന്നല്ല പറഞ്ഞേ പറ്റുമല്ലേ എന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിച്ചത്. പറയാതെ ഒരു സാഹിത്യം ഇല്ല, ലോകത്തെവിടെയും ഇല്ല. രാഷ്ട്രീയം പറയാതെ നല്ല സാഹിത്യം, മികച്ച സാഹിത്യം എവിടെയും ഇല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പം സദസ്സിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളരെ ചെറിയ വാക്കുകളിൽ പറയാം. അങ്ങനെ നമുക്ക് കൃത്യസമയത്ത് അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. ചെറിയ വാക്കുകളിൽ പറയാം. ചോദ്യമായിട്ട് പറയണം, വിശദീകരിക്കരുത്. ഈ രാഷ്ട്രീയം എന്നുള്ള വാക്ക് തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നത് രാഷ്ട്രീയം എന്ന വാക്ക് തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നത് മനുഷ്യൻ ജനാധിപത്യത്തിനെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങളിലും നിലനിൽപ്പിനെ കുറിച്ചിട്ടുള്ള പോരാട്ടങ്ങളും തുടങ്ങുമ്പോഴാണ്. സത്യത്തിൽ ശരിക്കും രാഷ്ട്രീയം പറയേണ്ട സാഹിത്യം എന്നുള്ളതിന് രാഷ്ട്രീയം പറയണം എന്ന് തന്നെയാണ്. കാരണം രാഷ്ട്രീയത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ് ജനാധിപത്യത്തിലുള്ള എല്ലാ ജനങ്ങളും രാഷ്ട്രീയത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. മോശം രാഷ്ട്രീയം, നല്ല രാഷ്ട്രീയം എന്നില്ല. രാഷ്ട്രീയം ഇല്ലായ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു പക്ഷം എന്ന് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയത്തിനോട് വിട്ടുവീഴ്ച ചെയ്ത്, അതായത് ജനങ്ങളുടെ രാഷ്ട്രീയത്തിനോട് വിട്ടുവീഴ്ച ചെയ്ത് കക്ഷികൾ പോകുന്നതിനെ നമ്മൾ ചോദ്യം ചെയ്യുകയും വേണം. അതേസമയം തന്നെ രാഷ്ട്രീയമില്ലാത്ത കക്ഷികൾക്കും ഈ ജനാധിപത്യത്തിൽ സ്ഥാനമുണ്ട്. അവർ സ്ഥാനം ഉറപ്പിച്ചിട്ട് രാഷ്ട്രീയം മറ്റൊരു രാഷ്ട്രീയതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ഒരു സങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ഉറക്കെ തന്നെ രാഷ്ട്രീയം പറയേണ്ടതല്ലേ? എത്രയും പെട്ടെന്ന് ഉറക്കെ തന്നെ രാഷ്ട്രീയം പറയേണ്ടതല്ലേ? രാഷ്ട്രീയത്തിനെ ഒരു അശ്ലീല വാക്കായിട്ട് ഒരിക്കലും കാണരുത് എന്നുള്ളതാണ്. അങ്ങനെ പറയേണ്ടതല്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. ഇതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയേണ്ടതില്ല എന്ന് നമ്മൾ പറഞ്ഞു തന്നെയാണ് അവിടെ പറഞ്ഞത്. രാഷ്ട്രീയം എന്ന വാക്ക് തന്നെ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന മനുഷ്യൻ്റെ പ്രവൃത്തികളാൽ നിറഞ്ഞ ഒന്നാണ്. അപ്പോൾ എഴുത്തും തീർച്ചയായും രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. രാഷ്ട്രീയം പറയണം എന്ന് തന്നെയാണ് ഇപ്പോൾ ചോദ്യകർത്താവും പറഞ്ഞത്. ഞാൻ ഓർമ്മിക്കുന്ന ഒരു കാര്യം തിരുത്ത് വന്ന ഒരു സമയം മലയാളത്തിലെ മികച്ച രാഷ്ട്രീയ എഴുത്തുകളിൽ, സാഹിത്യം എന്ന് പറഞ്ഞാൽ ഞാൻ രാഷ്ട്രീയ എഴുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളാരും വിഷമിക്കേണ്ട, മികച്ച കഥകളിൽ ഒന്നാണ് തിരുത്ത് എന്നുള്ളത്. തിരുത്ത് വന്ന കാലം നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. ബാബരി മസ്ജിദിൻ്റെ പള്ളി തകർത്ത കാലമായിരുന്നു. അന്ന് എൻ്റെ നാട്ടിൽ ഒരു പുസ്തക പ്രകാശനം നടക്കുന്നു. എൻ്റെ നാട്ടിൽ ഒരു എഴുത്തുകാരൻ, അത്രയ്ക്ക് ഏറെ പ്രശസ്തനൊന്നുമല്ല, നാട്ടിൽ ഒരു എഴുത്തുകാരൻ്റെ പുസ്തക പ്രകാശനമാണ് നടക്കുന്നത്. ഞാനന്നൊരു വിദ്യാർത്ഥിയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അത് ഏതാണ്ട് ആ സമയത്താണ്. ഞാൻ ഈ സദസ്സിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. എൻ്റെ അടുത്തൊരു എഴുത്തുകാരനും ഇരിക്കുന്നുണ്ട്. ഞാൻ ആ എഴുത്തുകാരൻ്റെ പേരൊന്നും പറയുന്നില്ല, അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ തിരുത്തിനെക്കുറിച്ച് വേദിയിൽ നിന്ന് ആരോ സംസാരിച്ചു. തിരുത്ത് വന്ന തൊട്ടടുത്ത ദിവസമാണ്. വേദിയിൽ നിന്ന് ആരോ സംസാരിച്ചു. തിരുത്ത് എന്ന് പറയുന്ന കഥയുടെ സൗന്ദര്യത്തെക്കുറിച്ചോ എന്തോ സംസാരിച്ചു. തിരുത്ത് അതിൻ്റെ മികവിനെക്കുറിച്ച് സംസാരിച്ചു എന്നർത്ഥം. മെല്ലെ എൻ്റെ അടുത്തിരുന്നയാൾ എന്നോട്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എന്നോട് ചെവിയിൽ പറഞ്ഞു, നിൽക്കില്ല ഇത് ഇപ്പം നിൽക്കുമായിരിക്കും, ഇത് ഈ സമയത്ത് മാത്രമേ നിൽക്കൂ, മുന്നോട്ട് പോകില്ല ഈ കഥ, ഇമാതിരിയൊന്നും മുന്നോട്ട് പോകില്ല, ഇത് വെറും രാഷ്ട്രീയ കഥയാണ് എന്നയാൾ എന്നോട് ചെവിയിൽ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടോ ഞാനും എൻ്റെ ഒരു ഭാവുകത്വമൊക്കെ ആ പരിസരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒന്നിലാണ് ഞാനും നിൽക്കുന്നതെന്ന്. ആ സമയത്ത് ഞാനും ചിലപ്പോൾ മനസ്സിൽ വിചാരിച്ച് കാണും, നിൽക്കില്ല, ഇത് ബാബരി മസ്ജിദിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ എഴുത്ത് മാത്രമല്ലേ എന്ന് മാത്രം നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ, ഒരു രാഷ്ട്രീയ റിപ്പോർട്ട് മാത്രമല്ലേ എന്നെല്ലാം വിചാരിച്ചേക്കാം. അങ്ങനെ ഒരു ധാരണ ചിലപ്പോൾ എനിക്കും വന്നിട്ടുണ്ടാവാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ മൂപ്പരും മാറി, ഞാനും നന്നായിട്ട് മാറി. അത് നിൽക്കുന്നു, ഞാൻ മാറിയതല്ല, അത് നിൽക്കുന്നുണ്ട് ഇപ്പോഴും അല്ലേ. ഇപ്പോഴും ആ കഥ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള കഥകളുണ്ട് എന്നാണ്, അങ്ങനെയുള്ള എഴുത്തുമുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു എഴുത്ത് ദുസ്സാധ്യമാണ്, സാധ്യമല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. എഴുത്തിലെ ഈ രാഷ്ട്രീയം അത് നിർവീര്യമാക്കാൻ പലപ്പോഴും
ഭരണാധികാരികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫലമാണ് അവർക്കൊക്കെ ആസ്ഥാന കവിപ്പട്ടം, അവാർഡുകൾ ഇതൊക്കെ കൊടുക്കുന്നത്. അത് എത്രത്തോളം ശരിയാണ്? ഇത് ഈ സാഹിത്യം തന്നെ ആഗോളവൽക്കരിക്കുന്ന ഈ കാലത്ത് പറയുന്നത് ഈ എഴുത്തുകാർ എപ്പോഴും പ്രതിപക്ഷത്താണെന്ന്. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം? എനിക്ക് തോന്നുന്നൊരു കാര്യം, രാഷ്ട്രീയം, സാഹിത്യം, മതം, വിദ്യാഭ്യാസം തുടങ്ങി സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഭരണകൂടം അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്ന നിലയിൽ തന്നെയാണ് നിൽക്കുക. അപ്പോൾ അങ്ങനെ അല്ലാത്ത നിലനിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ട് എങ്കിൽ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുക എന്നുള്ളതും ഭരണകൂടത്തിൻ്റെ അനിവാര്യതയാണ്. ഭരണകൂടത്തിന് അങ്ങനെ ചെയ്തേ പറ്റൂ. അപ്പോൾ ഭരണകൂടത്തെ വിമർശിക്കുന്ന, ഭരണകൂടം എന്ന് പറയുമ്പോൾ ഭരണകൂടം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ സാമൂഹ്യ വ്യവസ്ഥിതിയെ വിമർശിക്കുന്ന എഴുത്തുകൾ, നമ്മൾ സാഹിത്യത്തെക്കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ, അത്തരം എഴുത്തുകൾ വരുമ്പോൾ, അത്തരം സാഹിത്യം രൂപപ്പെടുമ്പോൾ ആ സാഹിത്യത്തെ നിർവീര്യമാക്കാൻ ഭരണകൂടം അതിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിക്കും. കാരണം അധികാരം മുഴുവൻ അവിടെയാണ്. അപ്പോൾ ആ അധികാരം അവാർഡിൻ്റെ രൂപത്തിലും അവാർഡ് നൽകാതിരിക്കലിൻ്റെ രൂപത്തിലും ഒക്കെ പ്രത്യക്ഷപ്പെടും ഈ ഭരണകൂടത്തിൻ്റെ അധികാരം. ഭരണകൂടം എന്ന് പറഞ്ഞാൽ നിലവിലിരിക്കുന്ന ഗവൺമെൻറ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഭരണകൂടത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്ന, അതിനെ ശാക്തീകരിക്കാൻ നിലകൊള്ളുന്ന സ്ഥാപനങ്ങളെ മാത്രമേ അത് നിൽക്കാൻ അനുവദിക്കൂ, അല്ലാത്തവയെ തകർക്കാൻ ശ്രമിക്കും. പക്ഷേ സാഹിത്യത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഈ ഭരണകൂടത്തിന് എതിരായി വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ട് മനുഷ്യജീവിതത്തെ പ്രതിരോധിക്കാൻ, മനുഷ്യജീവിതത്തെ സംരക്ഷിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ മാർക്സ് പറയുന്നുണ്ട്, മുതലാളിത്തം അതിൻ്റെ നാശത്തിന് വേണ്ടുന്ന ഒരു പക്ഷത്തെ കൂടി സൃഷ്ടിച്ചിട്ട് വച്ചിട്ടുണ്ട് തൊഴിലാളികൾ എന്ന് പറയുന്നത് പോലെ, ഭരണകൂട പ്രത്യയശാസ്ത്രത്തെ തകർക്കാൻ പറ്റുന്ന ഒന്നിനെ കൂടി സൃഷ്ടിച്ചിട്ടുണ്ട് ഈ സമൂഹത്തിൽ. അതാണ് സാഹിത്യം. അത്തരമൊരു പ്രാധാന്യം സാഹിത്യത്തിനുണ്ട് എന്ന നിലയിൽ അതിനെ കാണണം എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാൻ ബോധപൂർവം സാഹിത്യത്തിൽ രാഷ്ട്രീയം വരണം, അല്ലെങ്കിൽ രാഷ്ട്രീയം സാഹിത്യത്തിൽ ബോധപൂർവം ഉണ്ടാവണം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായമെന്നു ഞാൻ പറയട്ടെ. ഇവിടെ നമുക്ക് വിനോദ് തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. വിനോദിൻ്റെ നയനമ്മം ബെറേറ്റ, അപ്പോൾ അത് വേറൊരു തരത്തിൽ വേണമെങ്കിൽ, ഒരു ഭാവനാ സൃഷ്ടി എന്ന നിലയിൽ വേണമെങ്കിൽ വിനോദിന് എഴുതാം നോവൽ. അതിനുള്ള അത്രയും പ്രതിഭയുള്ള ഒരു വ്യക്തി തന്നെയാണ് വിനോദ് എന്ന് നയനമ്മം ബെറേറ്റ വായിക്കുന്നവർക്ക് തന്നെ ബോധ്യപ്പെടും. പക്ഷേ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രമേയമാണ് സ്വീകരിച്ചത്. അത് ഈ കാലത്താണ് സ്വീകരിച്ചത്. തിരുത്തിൽ അത്തരമൊരു രാഷ്ട്രീയമാണ് സ്വീകരിച്ചത്. അത് ആ കാലത്താണ് സ്വീകരിച്ചത്. അപ്പോൾ രാഷ്ട്രീയം ബോധപൂർവം തന്നെയാണ് അത് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. സാഹിത്യകാരന്മാർ, ഇതെഴുതിയ എഴുത്തുകാർ ബോധപൂർവം നയനമ്മം ബെറേറ്റായി എഴുതാൻ വിനോദ് കൃഷ്ണ തീരുമാനിച്ചു. ബോധപൂർവം തിരുത്തെഴുതാൻ NS മാധവൻ തീരുമാനിച്ചു. അത് ആ കാലത്തിൻ്റെ അനിവാര്യതയായി അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ബോധപൂർവം തന്നെ രാഷ്ട്രീയം പറയണം എന്ന് പറഞ്ഞത്. ഒരു ടീച്ചർ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാനൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന് ഉത്തരം പറയാൻ ഞാൻ ആളല്ല. ഇത് ഒരു കാര്യം ഞാൻ പറയാം. ഇടകലർന്ന് ജീവിക്കുന്ന ആളുകളുടെ സ്വർഗമാണ് കേരളം. അങ്ങനെയുള്ളൊരു സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ആണ് ഞാൻ നയനമ്മം ബെറേറ്റ എഴുതിയത്. അത് ഞാൻ ഈ സർക്കാരിനോടും ആ ഒരു ആശയം പിൻപറ്റി ജീവിക്കുന്ന, സൗഹൃദത്തിൽ വിശ്വസിക്കുന്ന ആളുകളോടും കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഒറ്റ കാര്യം കൂടി പറയാം. ഇപ്പോൾ ഇതിനോടുള്ളൊരു കൂട്ടിച്ചേർക്കലാണ്. ഇപ്പോൾ 1 മിനിറ്റ് മറ്റേ ഉള്ളൂ. അമിതാധികാര സ്വഭാവമുള്ള ഭരണകൂടങ്ങൾ
എപ്പോഴും സാഹിത്യത്തെ ഭയക്കുന്നുണ്ട്. ആ ഒരു ഭയം അവർക്കുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ ഈ മോദി റെജീം നിരോധിച്ച പുസ്തകങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഉദാഹരണം ഞാൻ പറയാം. സജദ് മാലിക്കിൻ്റെ ഒരു മുന്ന എ കാശ്മീരി ബോയ് എന്ന് പറയുന്ന വെറും 100 പേജിൽ താഴെയുള്ള ഒരു ഗ്രാഫിക് നോവലുണ്ട്. ആ നോവലിൻ്റെ ഉള്ളടക്കത്തെ ടോളറേറ്റ് ചെയ്യാനുള്ള ശക്തി ഭരണകൂടത്തിന് ഇല്ലാതെ പോയി എന്ന് പറയും. അനേകം ആളുകളെ കൊല്ലുന്ന, കലാപങ്ങൾ ഉണ്ടാക്കുന്ന, ബോധമലിനീകരണം, പണം കൊടുത്ത് ഈ രാജ്യത്തെ മുഴുവൻ മലിനമാക്കാൻ, വോട്ട് ഇല്ലാത്ത ജനങ്ങളുടെ പേരിൽ വോട്ട് നേടി അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന അമിതാധികാര സ്വഭാവമുള്ളൊരു ഭരണകൂടം ഒരു പുസ്തകത്തെ പേടിച്ചു എന്നുള്ളതാണ്. അത് ആ മുന്നായ കാശ്മീരി ബോയ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിലെ സർക്കാരിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ പുഞ്ചിരിക്കുന്ന മുഖമാണ്. പക്ഷേ കാശ്മീരിലെ സാധാരണ ജനങ്ങളെ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത് കാശ്മീരിലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പ്രത്യേക മാനിൻ്റെ തലയാണ്. അപ്പോൾ ഞങ്ങൾ കാശ്മീരികൾ ഇതാ വംശനാശ ഭീഷണി നേരിടുന്ന ആളുകളാണ് എന്ന് ഉറക്കെ പറഞ്ഞൊരു പുസ്തകത്തെ ഭരണകൂടം പേടിച്ചു. ആ പുസ്തകത്തെ ഭരണകൂടം നിരോധിച്ചു വന്നു. അതുകൊണ്ട് സാഹിത്യം വലിയ അട്ടിമറികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജനതയുടെ സ്വപ്നം കൂടിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, രാഷ്ട്രീയ സൗന്ദര്യം നിറഞ്ഞൊരു സംവാദമായിരുന്നു. എല്ലാ എഴുത്തുകാർക്കും നന്ദി. ഈ ഞങ്ങളെ കേട്ടുനിന്ന അതിലിടപെട്ട എല്ലാവർക്കും നന്ദി. അവസാനം